നമ്മുടെ മേൽ വീഴപ്പെടുന്ന അഭിഷേകം ഇമ്മീഡിയറ്റായിട്ട് നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. അതല്ല അതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ ലക്ഷ്യവും യഥാർത്ഥ ഉദ്ദേശവും എന്ന് പറയുന്നത്. ഇമ്മീഡിയറ്റായിട്ട് വെളിപ്പെടുന്ന ചില വിടുതലുകൾ ഈ അഭിഷേകത്തിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്നോ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടെന്നോ ആ ഉദ്ദേശം ചെയ്യുവാനായിട്ട് നിങ്ങൾ പ്രാപ്തരാണെന്നോ നിങ്ങളെ കൊണ്ട് അതിന് കഴിയുമെന്നോ നിങ്ങളെ ബോധ്യമാക്കുവാനോ അതിനാവശ്യമായ വിശ്വാസത്തിൻ്റെ ആഴം നിങ്ങളിൽ വർദ്ധിപ്പിക്കുവാനും വേണ്ടിയാണ് ഹല്ലേലൂയ ദൈവം ഓരോ വ്യക്തിയെയും അഭിഷേകം ചെയ്യുവാനായിട്ടിടയായിത്തീരുന്നത്. അഭിഷേകത്തിന്റെ പിന്നിലെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കേവലം ചില അന്യഭാഷകളല്ല. അഭിഷേകത്തിന്റെ പിന്നിലെ ശക്തി എന്ന് പറയുന്നത് നീയും ഞാനും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധിക്കകത്ത് ആത്മാവിൽ ആരാധിച്ചപ്പോൾ നിനക്ക് ലഭിച്ച രോഗശാന്തിയല്ല, നിനക്ക് ലഭിച്ച സാമ്പത്തിക നേട്ടമല്ല, നിന്റെ ജീവിതത്തിൽ ലഭ്യമായി തീർന്ന ഏതെങ്കിലും ചെറുതോ വലുതോ ആയ വിടുതലല്ല. അതെല്ലാം നിന്നില് പരിശുദ്ധാത്മാവ് ഒരു യാഥാർത്ഥ്യം ചെയ്യുകയാണ്. ഇതിലപ്പുറമായി എന്തോ നിന്നെ കൂടെ ചെയ്തെടുക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ അഭിഷേകത്തെ നിന്നെ മേൽ പകർന്നതെന്ന് നിന്നെ ബോധ്യപ്പെടുത്തുവാനായിട്ട് ദൈവം നൽകുന്ന അനുഭവങ്ങളാണ്, അവസരങ്ങളാണ്, ഓപ്പർച്യൂണിറ്റികളാണെന്ന് ഈ പകൽക്കാലം ഞാനും നീ തിരിച്ചറിയുവാനായിട്ടിടയായിത്തീരണം. ആമേൻ. അതുകൊണ്ട് ആമേൻ നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം അഭിഷേകം പ്രാപിച്ചത് നിമിത്തം നമുക്ക് ലഭ്യമായ വിടുതലുകളെ കുറിച്ച് ഞാൻ നിങ്ങളോട് ഇന്ന് പകൽക്കാലം ചോദിച്ചാൽ നിങ്ങൾക്ക് പറയുവാൻ ഒത്തിരി കണ്ടേക്കാം. പ്രൈസലോ ഒത്തിരി വിടുതലുകൾ, ഒത്തിരി അനുഗ്രഹങ്ങൾ, ഒത്തിരി നന്മകൾ, ഒത്തിരി മാനസികമായ സമാധാനം പ്രാപിച്ച അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ കണ്ടേക്കാം. എന്നാൽ അതിൻ്റെ പിന്നിൽ ദൈവത്തിന് ഡെഫിനിറ്റായിട്ട് മറ്റൊരു പർപ്പസ് ഉണ്ടെന്ന് ഈ പകൽക്കാലം ഞാനും തിരിച്ചറിയുവാനായിട്ടിടയായിത്തീരണോ. അഭിഷേകം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ചിലത് നേടിയെടുക്കുവാൻ വേണ്ടിയല്ല ദൈവം നമ്മെ അഭിഷേകം ചെയ്യുന്നത്, മറിച്ച് ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് ഒരു പങ്കാളിയാക്കി തീർക്കുവാനായിട്ട് ദൈവത്തിന്റെ ഹൃദയത്തിനകത്തുള്ള ചില ഡെഫിനിറ്റ് ആയിട്ടുള്ള പർപ്പസുകൾ നമ്മിൽ കൂടെ വെളിപ്പെടുത്തിയെടുക്കുവാൻ വേണ്ടിയാണ് അവൻ അൺഎക്സ്പെക്റ്റഡ് ആയ സന്ദർഭത്തിൽ പ്രതീക്ഷയില്ലാത്ത സാഹചര്യത്തിൽ നിന്റെ മേല് ആത്മാവിനെ പകർന്നുവെങ്കിൽ ദൈവത്തിന് നിന്നെ കുറിച്ച് ഒരു ഡെഫിനിറ്റ് പ്ലാൻ ഉണ്ട്, ഒരു ഡെഫിനിറ്റ് പർപ്പസ് ഉണ്ട്. അതിലേക്ക് എത്തുവാനായിട്ട് നൽകി തന്ന അനുഭവങ്ങളാണെന്ന് ഈ പകൽക്കാലം ഞാനും നീ തിരിച്ചറിയുവാനായിട്ടിടയായി തീരണം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് ലഭിച്ച എല്ലാ അവസരങ്ങളോ എല്ലാ അനുഭവങ്ങളോ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ ഗ്രേറ്റർ പ്ലാനിലേക്ക് എന്നെ ഒരുക്കുകയായിരുന്നുവെന്ന് ഈ പകൽക്കാലം തിരിച്ചറിയുവാനായിട്ടിടയായി തീരണോ. ഇന്നലകളിൽ അഭിഷേകം നിമിത്തം വ്യക്തിപരമായ ജീവിതത്തിൽ ലഭിച്ച ഓരോ വിടുതലുകളോ ഓരോ ദൈവപ്രവർത്തികളോ ഓരോ ഉയർച്ചകളോ ഓരോ നന്മകളോ ഇന്ന് പകൽക്കാലം തിരിഞ്ഞു എന്ന് മനസ്സിലാക്കണോ. അത് ദൈവത്തിന്റെ ഗ്രേറ്റർ പ്ലാൻ ചെയ്തെടുക്കുവാ എൻ്റെ മേൽ വീണ അഭിഷേകത്താൽ എന്നെ കൊണ്ട് കഴിയുമെന്ന് എന്നെ ബോധ്യപ്പെടുത്തുക, എന്നെ മനസ്സിലാക്കുക, എൻ്റെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കുക, അതിനുവേണ്ടി കാൽച്ചുവടുകൾ വെക്കുക, ധൈര്യം നൽകുക. എനിക്ക് നൽകിയ അനുഭവങ്ങളാണെന്ന് ഈ പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോ വിശ്വസിക്കുവാനായിട്ടിടയായി തീരണം. അങ്ങനെയാണെങ്കിൽ അഭിഷേകം നമ്മുടെ മേൽ പകരപ്പെടുമ്പോൾ നമ്മിൽ ദൈവം ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് സക്സസ്ഫുൾ ആയിട്ട് നാം പൂർത്തീകരിക്കുവാനായിട്ടിടയായി തീർന്നു കഴിഞ്ഞാൽ അടുത്ത ദൈവത്തിൻ്റെ പദ്ധതിക്കകത്തേക്ക് ദൈവം നമ്മെ നയിക്കുവാനായിട്ടിടയായി തീരും. അഭിഷേകം പ്രാപിച്ച ഞാനും നീയോ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഭാരത്തിലോ നിരാശയിലോ ായിട്ടല്ല, അകത്ത് പകരപ്പെട്ട അഭിഷേകത്താൽ വ്യക്തിപരമായ മേഖലകളിൽ ഉയർന്നു നിൽക്കുന്ന ഓരോ ശത്രുവിന്റെ പദ്ധതികളെയോ എല്ലാ ശത്രുവിന്റെ പോരുകളെയോ ആത്മാവിന്റെ ശക്തിയാൽ വെട്ടി ആത്മാവിന്റെ ശക്തിയാൽ തകർത്തു കളഞ്ഞ് നീ ജയിക്കുവാനായിട്ട് തയ്യാറാകുമ്പോൾ നിന്റെ വിശ്വാസം വർദ്ധിക്കുമ്പോൾ ദൈവം പിന്നെ നിന്നെ അവിടെ നിർത്തത്തില്ല. ദൈവം നിന്നെ ആ പദ്ധതിക്കകത്തേക്ക് കൊണ്ടുവരുവാനായിട്ടിടയായിത്തീരും.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നാം ഒന്നാമത് മനസ്സിലാക്കേണ്ടത്, ഹല്ലേലൂയ, ശൗലിനെ സംബന്ധിച്ചിടത്തോളം ഹല്ലേലൂയ, ഈ അഭിഷേകം അവൻ്റെ ജീവിതത്തിൽ വീണ് കഴിഞ്ഞപ്പോഴോ ഒന്നാമത് തനിക്ക് ലഭിച്ച ഇൻഫർമേഷൻ എന്ന് പറയുന്നത്, അതിനെ ഒന്ന് വായിക്കണ്ട, ഞാൻ പറയാം. 1 ശമൂവേൽ 10:2 ഇങ്ങനെയാണ് കാണുവാൻ സാധിക്കുന്നത്: നീ അന്വേഷിപ്പാൻ പുറപ്പെട്ടു പോന്ന കഴുതകളെ കണ്ടുകിട്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ഒന്നാമത് അഭിഷേകം അവൻ്റെ വീണപ്പോൾ അവന് ലഭിച്ച അനുഭവം എന്ന് പറയുന്നത് ഇന്നലകളിൽ നഷ്ടപ്പെട്ടതിന് തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. ഹല്ലേലൂയ. അങ്ങനെയാണ് ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിൻ്റെ പൈതൽ, അഭിഷേകം നമ്മിൽ വ്യാപരിക്കുമ്പോൾ ഇന്നലകൾ ശത്രു നിന്നിൽ നിന്ന് കവർന്നതിന്, ഇന്നലകൾ ശത്രു നിന്നിൽ നിന്ന് പിടിച്ചെടുത്തതിന്, ഇന്നലകൾ ശത്രു നിന്നിൽ നിന്ന് പ്രൈസ് ദി ലോർഡ് അപഹരിച്ചു കൊണ്ടുപോയതിന് മടക്കി തരുവോ നിന്നിൽ വീണ ഈ അഭിഷേകത്തിന് കഴിയുമെന്ന് ഇന്ന് പകൽക്കാലം എത്ര വിശ്വസിക്കുവാൻ തയ്യാറാകുക. ഹല്ലേലൂയ. അങ്ങനെയാണ് ഈ പകൽക്കാല ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ രാത്രികാലം നിന്റെ മേൽ വീണ അഭിഷേകം നഷ്ടപ്പെട്ടതിനെ മടക്കി തരുന്നതിനാണ്. ശത്രു അപഹരിച്ചതിന് തിരിച്ചു പിടിക്കുന്നതാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാനും നീ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അഭിഷേകം വെറുതെ പറഞ്ഞത് പകർന്നതല്ല. ശത്രു കൊണ്ടുപോകട്ടെ എന്ന് പറഞ്ഞ് ഇരിക്കുവാനായിട്ടുള്ളതല്ല. ശത്രു കൊണ്ടതിന് തിരിച്ചറിഞ്ഞ ഇന്ന് പകൽക്കാലം ഇന്നലകൾ ദൈവം തന്ന ഏതെങ്കിലും നന്മകള്, ഏതെങ്കിലും അനുഗ്രഹങ്ങള്, ദൈവം തന്ന തലമുറകള് ശത്രു അപഹരിച്ചുവെങ്കിൽ ഇന്ന് പകൽക്കാലം നീ വിളിച്ചു പറയണം, എൻ്റെ മേലൊരു അഭിഷേകം വ്യാപരിക്കുന്നു. അതിന് ഒന്നാമത്തെ തെളിവ് അപഹരിച്ചതിന്, നഷ്ടപ്പെട്ടതിന് തിരിച്ചു പിടിക്കുന്നതാണ്. ഈ പകൽക്കാലം ഞാനതിനെ തിരിച്ചു പിടിക്കുന്നു. നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ. അങ്ങനെയാണെങ്കിൽ അഭിഷേകം നമ്മെ തിരിച്ചു പിടിക്കുവാൻ പ്രാപ്തരാക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനേകരുടെ ജീവിതത്തിൽ പ്രൈസ് ദി ലോർഡ് ശത്രു എല്ലാം അപഹരിച്ചു കൊണ്ടുപോകുമ്പോൾ ഹല്ലേലൂയ അതിനെ തിരിച്ചു പിടിക്കുവാൻ അവരെ പ്രാപ്തരാക്കിയ ഏക ഘടകമെന്ന് പറയുന്ന അവരിൽ വീണ അഭിഷേകമാണ്. അതുകൊണ്ടാണ് തകർന്ന കുടുംബങ്ങളെ ദൈവം പ്രൈസ് ദി ലോർഡ് തകർന്നിടത്തുനിന്ന് ഉയർത്തിയെടുത്തുകൊണ്ട് വന്നത്. മറ്റൊന്നുമല്ല, അവരിൽ വീണ അഭിഷേകമായിരുന്നുവെങ്കിൽ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ജീവിതത്തെ പ്രതീക്ഷ നഷ്ടപ്പെട്ടവർ, ആശയറ്റവർ, ഇനി ജീവിക്കുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് ജീവിതം വഴിമുട്ടി നിന്നവരെ പിന്നെയും ഓടിച്ചത് അവരുടെ മേൽ വീണ ദൈവകൃപയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് നമ്മിൽ വ്യാപരിക്കുന്ന ദൈവകൃപയ്ക്ക് ശത്രു നമ്മിൽ നിന്ന് അപഹരിച്ചു കൊണ്ടുപോയ സന്തോഷത്തെ, ശത്രു നമ്മിൽ നിന്ന് അപഹരിച്ചു കൊണ്ടുപോയ നന്മകളെ, ശത്രു നമ്മിൽ നിന്ന് അപഹരിച്ച വിടുതലുകളെ, ആരോഗ്യത്തെ തിരിച്ചു പിടിക്കുക നമ്മെ പ്രാപ്തമാക്കുന്നതാണ് നമ്മിൽ പകർന്നിരിക്കുന്ന ഈ അഭിഷേകം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അത് തിരിച്ചറിഞ്ഞ് നാം ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ദൈവത്തിന് സ്തുതി കരേറ്റുമ്പോൾ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് അത് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുവാനായിട്ടിടയായി തീരും. അടുത്തത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ശമൂവേല് ശൗലിനോട് പറയുന്ന 1 ശമൂവേലിന്റെ പുസ്തകം 10:4 ഒന്ന് വായിക്കാം. അവർ നിന്നോട് കുശലം ചോദിക്കും, നിനക്ക് 2 അപ്പവും തരും, നീ അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊള്ളണം. മതി. ഇവിടെ കാണുവാൻ സാധിക്കുന്ന രണ്ടാമത് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായ വിടുതൽ എന്ന് പറയുന്നത്, ഭൃത്യൻ ശൗലിനോട് പറയാണ് നമുക്ക് പ്രവാചകനെ കാണാൻ പോകാമെന്ന്. അന്നേരം ശൗല് ഭൃത്യനോട് പറയുന്ന കാര്യമാണ്, നാം പ്രവാചകൻ എന്ത് കൊടുക്കും, നമ്മുടെ കയ്യിൽ അപ്പം തീർന്നു പോയല്ലോ. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ അത് കൺസ്യൂം ചെയ്ത് പോയി ഇനി ഒട്ടും ശേഷിക്കുന്നില്ല. ഇവൻ അഭിഷേകം പ്രാപിച്ച് മുന്നോട്ട് പോകുവാനായിട്ടിടയായി തീർന്നപ്പോൾ കൺസ്യൂം ചെയ്ത് തീർന്നു പോയതിനെ ദൈവം പ്രൈസ് ദി ലോർഡ് അവൻ്റെ കരത്തിൽ മടക്കി കൊടുക്കുവാനായിട്ടിടയായി തീർന്നു. ഹല്ലേലൂയ. എവിടെ കാണുവാൻ സാധിക്കുന്ന, അവർ നിനക്ക് 2 അപ്പവും തരും, നീ അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊള്ളണം. ശൗല് പറഞ്ഞു എല്ലാം തീർന്നു പോയെന്ന്. തീർന്നു പോയ സ്ഥാനത്ത് ഹല്ലേലൂയ ചില നിറവിനെ പകരുവാനായിട്ട് അവൻ്റെ മേൽ വീണ അഭിഷേകത്തിന് സാധ്യമായി തീർന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ മേൽ വീണ അഭിഷേകത്തിന് ഇന്നലകളുടെ ജീവിതയാത്രകളിൽ ഉപയോഗിച്ച് തീർന്നു പോയത് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ജീവിത സാഹചര്യങ്ങളിൽ കൺസ്യൂം ചെയ്ത്
നഷ്ടപ്പെട്ടു പോയതിനെ പിന്നെയും നിറയ്ക്കുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. പൈസലോ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം അന്യഭാഷകളിൽ ഒതുങ്ങിപ്പോകരുത്. ഇന്നലകളെ പ്രശ്നങ്ങൾ നിമിത്തം, പ്രതികൂലങ്ങൾ നിമിത്തം ആമെ നഷ്ടപ്പെട്ടു പോയ കുടുംബ ബന്ധങ്ങളെ റെസ്റ്റോർ ചെയ്യുവാനായിട്ട് ഈ അഭിഷേകത്തിന് സാധ്യമായി തീരും. നഷ്ടപ്പെട്ടു പോയ സന്തോഷത്തെ മടക്കി തരുവാനായിട്ട് ഈ അഭിഷേകത്തിന് സാധ്യമായി തീരും. പ്രൈസലം നഷ്ടപ്പെട്ടു പോയ സമ്പത്തിനെ മടക്കി തരുവാനായിട്ട് ഈ അഭിഷേകത്തിന് സാധ്യമായി തീരും. ഹല്ലേലൂയ. ഇന്നലകളുടെ ജീവിത സാഹചര്യങ്ങളുടെ മധ്യത്തിൽ എന്തൊക്കെ നിന്നിൽ കൺസ്യൂം ചെയ്ത് തീർന്നു പോയോ, ഹല്ലേലൂയ, പ്രൈസലോ, ഇനി അത് എന്നിലില്ല എന്ന് പറയുന്ന നിലവാരത്തിൽ എത്തിപ്പോയി തീർന്നിട്ടുണ്ടെങ്കിൽ പിന്നെയോ അതിനകത്തൊരു നിറവ് പകരുവാൻ പര്യാപ്തമാണ്. നിന്റെ പകർന്നിരിക്കുന്ന അഭിഷേകം പ്രവാചക ശിഷ്യന്റെ ഭാര്യമാർ പറയാണ്, സകലതും തീർന്നു. പ്രൈസലോ, ആമേൻ, ആമേൻ, ആമേൻ. തലമുറകളെ പിടിച്ചുകൊണ്ടുപോകാൻ വന്നിരിക്കുന്നു. പ്രവാചകൻ ചോദിക്കുകയാണ്, നിന്റെ കരത്തിൽ എന്തുണ്ട്? അല്പം എണ്ണയുണ്ട്. പ്രവാചകൻ പറയാണ്, നിനക്ക് കഴിയാവുന്നിടത്തോളം പാത്രങ്ങൾ വാങ്ങിച്ച് നീ അതിനകത്ത് പകർന്നു. പ്രൈസലോ, അത് നിറയുവാനായിട്ട് തുടങ്ങും. പ്രൈസലോ, അത് നിന്റെ അവസ്ഥകളെ മാറ്റുവാനായിട്ട് ഇടയായിത്തീരും. എല്ലാം തീർന്നെന്ന് പറഞ്ഞെടുത്ത് കടക്ക പിടിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞെടുത്ത് കടം വീട്ടുവാൻ പര്യാപ്തമാകുന്ന നിലവാരത്തിൽ അല്പം എണ്ണ വർദ്ധിച്ചു വരുവാനായിട്ട് ഇടയായിത്തീർന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം അഭിഷേകം പ്രാപിച്ചത് അവിടെ നിന്ന് ഒരു നിറവിനെ വെളിപ്പെടുത്തി അതിനെ തിരുത്തി പറയുവാൻ വേണ്ടിയാണ്, അതിനകത്ത് മാറ്റം വരുത്തുവാൻ വേണ്ടിയാണ്, അതിനകത്ത് വ്യത്യാസം വരുത്തുവാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത് അവൻ്റെ ജീവിതത്തിൽ തീർന്നു പോയതിനെ വീണ്ടും ദൈവം മടക്കി കൊടുക്കുവാനായിട്ടിടയായിട്ട് വന്നു. മൂന്നാമതായിട്ട് കാണുവാൻ സാധിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് 10:6 വാക്യം കൂടെ വായിക്കാം. 1 Samuel chapter 10 verse 6. യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വന്നിട്ട് നീയും അവരോടുകൂടെ പ്രവചിക്കുകയും ആൾ മാറിയതുപോലെ ആയിത്തീരുകയും ചെയ്യും. മതി. അടുത്തത് അവൻ്റെ ജീവിതത്തിൽ വന്ന പ്രത്യേകത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നിട്ട് അവനും അവരോടുകൂടെ ആൾ മാറിയതുപോലെ പ്രൈസലോ പ്രവചിക്കുകയും ആൾ മാറിയതുപോലെ ആയിത്തീരുകയും ചെയ്യുവാനായിട്ടിടയായിത്തീർന്നു. അഭിഷേകം നിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനായിട്ടിടയായിത്തീർന്നു. ഹല്ലേലൂയ. ഇന്നലകളുടെ സ്വഭാവങ്ങളിൽ നിന്ന്, ഇന്നലകളുടെ ക്യാരക്ടറിൽ നിന്ന് മാറ്റം വരുത്തി പ്രൈസലോ വ്യത്യസ്തനാക്കുവാനായിട്ടിടയായിത്തീർന്നു. അത് മാത്രമല്ല, അതിനോടൊപ്പം ദൈവകൃപയുടെ ചില പകർച്ചകളും കൂടെ ദൈവം പകർന്നു തരുവാനായിട്ടിടയായിട്ട് വന്നു. ചില കൃപാവരത്തിൻ്റെ ആഴങ്ങൾ, ചില വചന വെളിപ്പാടിൻ്റെ ആഴങ്ങൾ, ചില വിശ്വാസത്തിൻ്റെ ആഴങ്ങൾ, ചില ഹീലിങ്ങിൻ്റെ ആഴങ്ങൾ ദൈവം പകർന്നു തരുവാനായിട്ടിടയായിട്ട് വന്നു. ഹല്ലേലൂയ. നിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന നിലവാരത്തിൽ നിൻ്റെ കൺസെപ്റ്റുകളെയും കാഴ്ചപ്പാടുകളെയോ നിൻ്റെ സ്വഭാവങ്ങളെയും നിൻ്റെ നിലവാരങ്ങളെയോ മാറ്റുവാൻ പര്യാപ്തമാകുന്ന നിലവാരത്തിൽ അത് നിന്റെ ജീവിതത്തിൽ പരിവർത്തിക്കുവാനായിട്ടിടയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ അഭിഷേകം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ നിലവാരത്തിൽ നമ്മെ ജീവിപ്പിക്കുന്നതല്ല, പഴയ തലത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കുന്നതല്ല, പഴയ സ്വഭാവത്തിൽ ജീവിപ്പിക്കുന്നതല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് അനുരൂപരാകുവാൻ തക്കവണ്ണം നിന്നെ അത് ബലപ്പെടുത്തുന്നതാണ്, നിന്നെ അത് ശക്തീകരിക്കുന്നതാണ്. നിന്റെ മേലെ ദൈവത്തിൻ്റെ കൃപ പകരുന്നതാണ്. ഇന്ന് പകൽക്കാലം തിരിച്ചറിയുവാനായിട്ടിടയായി തീരണോ. അഭിഷേകം പകർന്ന നിന്നിൽ മാറ്റങ്ങൾ വെളിപ്പെടുവാനായിട്ടിടയായി തീരണോ. അഭിഷേകം പ്രാപിച്ച നിന്നിൽ വ്യത്യാസം മറ്റുള്ളവർ തിരിച്ചറിയുവാനായിട്ടിടയായി തീരണോ. നിനി അഭിഷേകം പ്രാപിച്ചത് അന്യഭാഷ പറയുമ്പോൾ മറ്റുള്ളവർ അറിയുകയല്ല ചെയ്യേണ്ടത്. നിന്റെ ജീവിതത്തിൽ, നിന്റെ സ്വഭാവത്തിൽ, നിന്റെ ഇടപാടുകളിൽ, നിന്റെ സംസാരത്തിൽ വന്ന മേജർ ഷിഫ്റ്റ് ലോകം കണ്ട് തിരിച്ചറിയണോ. നിന്റെ മേൽ എന്തോ സംഭവിച്ചോ, നിന്റെ മേൽ എന്തോ മാറ്റം സംഭവിച്ചോ, നിന്റെ മേൽ ഏതോ രൂപാന്തരം സംഭവിച്ചോ, അൺയൂഷ്വൽ ആയിട്ടുള്ള എന്തോ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് ലോകം പറയുവാനായിട്ട് പര്യാപ്തമാകുന്ന നിലവാരത്തിലേക്ക് ഒരു മാറ്റം സംഭവിക്കുവാനായിട്ടിടയായിത്തീരണം. പ്രൈസ് ദി ലോർഡ്. ഇത്രയും കാര്യങ്ങളാണ് ശൗലിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാനായിട്ടിടയായിത്തീർന്നത്. എന്നാൽ അടുത്തതാണ് പ്രൈസലോ, ഇത്രയും കാര്യങ്ങൾ പ്രൈമറി ആയിട്ട് വളരെ വേഗത്തിൽ അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാനായിട്ടിടയായിത്തീർന്നതാണ്. എന്നാൽ അവൻ്റെ മേൽ അഭിഷേകം ചെയ്തത് ഈ കാര്യങ്ങൾക്ക് വേണ്ടിയല്ലായിരുന്നു. പ്രൈസലോ,
ആമേ അവൻ്റെ മേൽ അഭിഷേകം ചെയ്തത് ഹല്ലേലൂയ പ്രൈസ് ജനത്തിൻ്റെ പ്രഭുവായിരിക്കുന്നത് ആകുവാൻ വേണ്ടിയാണ്. അതിലപ്പുറമായിട്ട് മറ്റൊരു പർപ്പസ് അക്കംപ്ലിഷ് ചെയ്യുവാൻ വേണ്ടിയാണ്. ആമേ എന്നാൽ ഇവിടെ കാണുവാൻ സാധിക്കുന്നത് നാം വായിച്ച വാക്യം ഒരിക്കൽ കൂടെ വായിക്കാം. 1 Samuel chapter 10 verse 22 and 23. അവർ പിന്നെയും യഹോവയോട് ആ ആൾ ഇവിടെ വന്നിട്ടുണ്ടോ ചോദിച്ചു. അതിന് യഹോവ അവൻ സാമാനങ്ങളുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. അവർ ഓടിച്ചെന്ന് അവിടെ നിന്ന് അവനെ കൊണ്ടുവന്നു. മതി. ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അവനെ ദൈവം വിളിച്ച പർപ്പസിലേക്ക് അവനെ നിയോഗിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിച്ച സന്ദർഭത്തിൽ ഇവിടെ കാണുവാൻ സാധിക്കുന്ന അവൻ ഒളിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അവൻ സാമാനങ്ങളുടെ ഇടയിൽ ഒളിച്ചിരിക്കുകയാണ്. ആമേ ഹി ഈസ് സോ സാറ്റിസ്ഫൈഡ് വിത്ത് ആമേ വാട്ട് ഹി ഹാസ് ഓൾറെഡി എക്സ്പീരിയൻസ്ഡ്. അഭിഷേകം നിമിത്തം അവൻ ഇതുവരെ അനുഭവിച്ച ചില സംഗതികൾക്കകത്ത് അവൻ തൃപ്തനായിട്ട് ഇരിക്കുകയാണ്. അടുത്ത ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് വരാതെ ഒളിച്ചിരിക്കുന്ന ഒരു അനുഭവത്തെയാണ് നാം കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് ഇന്ന് പകൽക്കാലം ഉപവാസ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ പകൽക്കാലം പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്ന ദൂത് ആമ ഇന്നലകളിൽ അഭിഷേകം ചെയ്ത് ആമ ജീവിതത്തിൽ വ്യത്യസ്ത മേഖലകളിൽ അതിൻ്റെ വിടുതൽ അനുഭവിച്ച് ദൈവം ആഗ്രഹിക്കുന്ന പർപ്പസിലേക്ക് മുന്നോട്ട് കടന്നു വരുവാൻ കഴിയാതെ വണ്ണം ജീവിതത്തിൻ്റെ മേഖലകളിൽ ആമെ ഒളിച്ചിരിക്കുന്നതിന് സ്വർഗം ഈ ഉപവാസത്തിനകത്ത് ആമെ പുറത്തു കൊണ്ടുവരുമെന്ന് പരിശുദ്ധാത്മാവ് ഒന്നാമതായിട്ട് ഈ സഭയോട് ദൂതായിട്ട് വിളിച്ചു പറയുകയാണ്. ആമെ ഇനി നിനക്ക് ഒളിച്ചിരിക്കുവാനായിട്ട് കഴിയത്തില്ല. ആമെ ഇനി നിനക്ക് മറഞ്ഞിരിക്കുവാനായിട്ട് കഴിയത്തില്ല. ആമെ ഇന്നലകളിൽ അഭിഷേകം നിന്റെ ജീവിതത്തിൽ പലതും ചെയ്തുവെങ്കിൽ, പല വിടുതലും നീ അനുഭവിച്ചുവെങ്കിൽ, പല നന്മകളും നീ പ്രാപിച്ചുവെങ്കിൽ, ഇന്ന് പകൽക്കാലം അതിൻ്റെ പിന്നിൽ അഭിഷേകം ചെയ്തവന് ആമെ നിന്നെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് നീ പുറത്തു വന്നേ മതിയാവോ. ആമെ നീ മറഞ്ഞിരിക്കരുത്. ആമേ നീ നിന്റെ സാഹചര്യം പറഞ്ഞ് മറഞ്ഞിരിക്കരുത്. നീ നിന്റെ ജോലി പറഞ്ഞ് മറഞ്ഞിരിക്കരുത്. ദൈവത്തോട് ചോദിക്കുകയാണ് അയാൾ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതിനെ യഹോവ അവൻ സാമാനങ്ങളുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്നു. ആമേ ഇന്ന് പകൽക്കാലം ഈ ദൂത് പ്രൈസിൽ ഇവിടെ വരാത്തവരോടല്ല, ആമേ പ്രൈസരോ വന്നിട്ടുള്ളവരോടാണ് പരിശുദ്ധാത്മാവ് ഇടപെടുന്നത്. ഹല്ലേലൂയ. വന്നിട്ടുള്ള നിങ്ങളെ ആമേ ഇന്നലകളെ അഭിഷേകം ചെയ്ത് നിങ്ങളെ ഇന്നലകൾ വ്യത്യസ്ത നിലവാരങ്ങളിൽ ദൈവിക വിടുതലുകൾ അനുഭവിച്ച നിങ്ങളെ ആമേ പരിശുദ്ധാത്മാവാണ് നിങ്ങളിവിടെ വന്നിട്ടുണ്ട്. ആമേ നിങ്ങൾ പുറത്തു വന്നേ മതിയാവോ. ആമേ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിക്കകത്തേക്ക് ഈ പകൽക്കാലം പുറത്തു വരുവാനായിട്ട് തയ്യാറാകണോ. ആമേ പുറത്തു വരുവാൻ തയ്യാറായില്ല എങ്കിൽ അവർ ഓടിച്ചെന്ന് ഒളിച്ചിരുന്ന ഇടത്ത് നിന്ന് അവരെ കൊണ്ടുവന്നതുപോലെ ആമേൻ പ്രൈസലോ നിങ്ങൾ വരാൻ തയ്യാറായില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ആമേ പിടിച്ചെടുത്തുകൊണ്ട് മുന്നിൽ കൊണ്ടുവരുമെന്ന് ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ആമേൻ അങ്ങനെയാണെങ്കിൽ ആമേ ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിൻ്റെ പൈതല് ആമേ ദൈവിക പർപ്പസിനകത്തേക്ക് ആമേ വരുവാനായിട്ട് ഈ പകൽക്കാലം ഏൽപ്പിക്കപ്പെടാൻ തയ്യാറാകണം. ആമേ ഇന്നലകൾ വ്യക്തിപരമായ ജീവിതത്തിൽ നീ വിടുതൽ അനുഭവിച്ചുവെങ്കിൽ ആമേ ആ വിടുതൽ നിന്റെ മേലൊരു വിശ്വാസമാക്കിക്കൊണ്ട് ആമേ ദൈവത്തിന് നിന്നെ കൊണ്ട് ആമേ ചെയ്തെടുക്കുവാൻ ചിലത് കഴിയുമെന്ന് ഇന്ന് പകൽക്കാലം വിശ്വാസത്തിൽ ഉറച്ച് ആ പദ്ധതിക്ക് വേണ്ടി പുറത്തു വരുവാനായിട്ട് തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. അവനെ പുറത്തു വന്നതിൻ്റെ പിന്നിലെ ഒന്നാമത്തെ ഉദ്ദേശം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് 11-ാം അധ്യായം 2-ാം വാക്യത്തിലാണ്. നമുക്ക് വായിക്കാം. 1 Samuel chapter 11 verse 2. അമ്മോന്യനായ നാഗാസ് അവരോട് നിങ്ങളുടെ വലം കണ്ണൊക്കെയും ചുഴന്നെടുക്കുകയും എല്ലാ ഇസ്രായേൽമേലും ഈ നിന്ന വരുത്തുകയും ചെയ്യും എന്നുള്ള സമ്മതത്തിന്മേൽ ഞാൻ നിങ്ങളോട് ഉടമ്പടി ചെയ്യാം എന്ന് പറഞ്ഞു. മതി. ദൈവം ഇവനെ അഭിഷേകം ചെയ്തതിൻ്റെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പർപ്പസ് എന്ന് പറയുന്നത് അമോന്യനായ നാഗാശ് യാബേസ് നിവാസികളോട് പറയുകയാണ് നിങ്ങളുടെ വലങ്കണ്ണൊക്കെയും ചുഴന്നെടുത്ത് ഇസ്രായേലിൻ്റെ മേൽ നിന്ന വരുത്തുകയും ചെയ്യുമെന്നുള്ള സമ്മതത്തിന്മേൽ ഞാൻ നിങ്ങളോട് ഉടമ്പടി ചെയ്യാമെന്ന് പറഞ്ഞ് ഹല്ലേലൂയ ദൈവജനത്തിൻ്റെ മേൽ ഒരു നിന്ന വരുത്തുവാനായിട്ട് ശത്രു അതിൻ്റെ പദ്ധതികളും പ്ലാനുകളും ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ആമേൻ പ്രൈസ് ദി ലോർഡ് നാളുകൾക്ക് മുമ്പ് യഹോവയായ ദൈവം ശൗലിനെ ഇസ്രായേലിൻ്റെ പ്രഭുവായിട്ട് അഭിഷേകം ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നത്. ഹല്ലേലൂയ. ആമേൻ. അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആമേൻ ശത്രുവിൻ്റെ ഇംഗിതം എന്ന് പറയുന്നത് ആഗ്രഹം എന്ന് പറയുന്നത് ദൈവജനം നിന്ദിക്കപ്പെടണം, ദൈവജനം പരിഹാസപാത്രങ്ങളായി മാറണോ. ആമേൻ. അതിനു വേണ്ടിയാണ് ശത്രു അതിൻ്റെതായ പദ്ധതികൾ ഒരുക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അതിനുവേണ്ടി അവൻ ചെയ്യുന്നത് വയസ്സല്ലോ അവരുടെ കണ്ണൊക്കെയും ചുഴന്നെടുത്ത് ആമേൻ തരുവാനായിട്ട് ഇടയായി തീരണം. അല്ലെങ്കിൽ അതിനുവേണ്ടി ആത്മീയ
കാഴ്ചപ്പാട് ഇല്ലാതാക്കുവാനായിട്ടിടയായി തീരണോ? ആത്മീയ കാഴ്ചപ്പാടിൽ ദൈവജനം നിൽക്കുന്നിടത്തോളം സന്ദർഭത്തിൽ അവർക്ക് നിന്ദിക്കപ്പെടുവാനായിട്ട് കഴിയത്തില്ല, അവർ പരിഹസിക്കപ്പെടുവാനായിട്ട് കഴിയത്തില്ല. കാരണം ദൈവം അവരോടൊപ്പം നിൽക്കുവാനായിട്ടിടയായി തീരോ. ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാനായിട്ടിടയായി തീരോ. ദൈവം അവർക്ക് വേണ്ടി പോരാടുവാനായിട്ടിടയായി തീരോ. ദൈവം അവരുടെ സാഹചര്യങ്ങളുടെ മേൽ ഇറങ്ങി വരുവാനായിട്ടിടയായി തീരോ. അതുകൊണ്ട് ശത്രുവിന് ഒന്നറിയാം, ദൈവജനത്തെ പരാജയപ്പെടുത്തുവാനായിട്ടുള്ള ഏക മാർഗം എന്ന് പറയുന്നത് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് അവരുടെ ആത്മീയ കാഴ്ചപ്പാടില്ലാതാക്കുക. അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ദൈവമായിട്ടുള്ള ബന്ധത്തെ വിച്ഛേദിക്കുക. ആ ബന്ധം വിച്ഛേദിച്ചെങ്കിൽ മാത്രമേ ശത്രുവിൻ്റെ ഇഷ്ടങ്ങളോ ശത്രുവിൻ്റെ ഇംഗിതങ്ങളോ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഒരു ദൈവവേദന ജീവിതത്തിൽ നടക്കുവാനായിട്ടിടയായി തീരത്തുള്ളൂ. അതുകൊണ്ടാണ് സൻഹരീപ്പ് ഹിസ്കിയ രാജാവിനോട് പറയുന്ന ഇസ്രായേൽ ജനത്തോട് പറയുന്നൊരു കാര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ് ഹിസ്കിയാവ് നിങ്ങളെ യഹോവയിൽ ആശ്രയിപ്പിക്കരുത്. പ്രൈസ് ദി ലോർഡ് ഹിസ്കിയാവിൻ്റെ വാക്ക് കേട്ട് നിങ്ങൾ യഹോവയിൽ ആശ്രയിച്ചാൽ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കത്തില്ല, നിങ്ങൾ ദൈവം പറയുന്നത് കേൾക്കുവാനായിട്ടിടയായിത്തീരും. ദൈവം പറയുന്നത് നിങ്ങൾ കേൾക്കുന്നിടത്തോളം കാലം എനിക്ക് നിങ്ങളെ തോൽപ്പിക്കുവാനായിട്ട് കഴിയത്തില്ല, എനിക്ക് നിന്നെ പരാജയപ്പെടുത്തുവാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് പൈസലോ ശത്രുവിൻ്റെ എല്ലാ കാലത്തിലെയോ തന്ത്രമെന്ന് പറയുന്നത് നമ്മുടെ ആത്മീയ കാഴ്ചപ്പാടുകളെയോ ആത്മീയ അനുഭവങ്ങളെയും ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ദൈവമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ട് കഴിഞ്ഞാൽ നാം സാധാരണക്കാരായ മനുഷ്യരാണ്. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് പോരായ്മകളുള്ള, ബലഹീനതകളുള്ള, കുറവുകളുള്ള, ശത്രുവിനോട് എതിർക്കുവാൻ പ്രാപ്തിയില്ലാത്ത, കഴിവില്ലാത്ത വ്യക്തികളായിട്ട് നാം മാറുവാനായിട്ടിടയായി തീരോ. നാം എന്തുകൊണ്ടാണ് ഓരോ പ്രതിസന്ധികളുടെയും വെല്ലുവിളികളുടെയും പോർവിളികളുടെ മധ്യത്തിൽ ധൈര്യത്തോടെ നിൽക്കുന്നതിൻ്റെ കാരണം എന്താണ്? നമ്മോടൊപ്പം നമ്മുടെ ദൈവം നിൽക്കുന്നത് കൊണ്ടാണ്. അവൻ്റെ സാന്നിധ്യമാണ് കഷ്ടതയിൽ നാം പതറിപ്പോകാത്തത്. അവൻ്റെ സാന്നിധ്യമാണ് രോഗത്തിൽ നാം നിരാശപ്പെട്ടു പോകാത്തത്. അവൻ്റെ സാന്നിധ്യമാണ് കടഭാരങ്ങളിൽ നാം മനസമാധാനം ഇല്ലാത്തവരായി തീരാതിരിക്കുന്നത്. കാരണം അവൻ നമ്മോടൊപ്പം ഇരിക്കുന്നിടത്തോളം കാലം നാം പല ജീവിത അനുഭവങ്ങൾ കൂടെ കടന്നു പോകുക, എന്നാൽ ആ അനുഭവങ്ങൾക്കൊന്നും നമ്മെ തകർക്കുവാനായിട്ട് കഴിയത്തില്ല. 23-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ കൂരിൽ താഴ്വരയിൽ കൂടെ ഞാൻ കടന്നാലും ഒരനർത്ഥവും ഭയപ്പെടത്തില്ല. എന്ന് പറഞ്ഞാൽ ലോകമനുഷ്യനെ താഴ്വരയിൽ കൂടെ കടന്നു പോയപ്പോൾ അനർത്ഥത്തിൽ വീണ് തകർന്നു പോയതാണ്. ഹല്ലേലൂയ ആ താഴ്വരയിൽ കൂടെ കടന്ന് അക്കരെ ലോകമനുഷ്യന് എത്തുവാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ എന്നാൽ ഒരു ദൈവത്തിൻ്റെ പൈതൽ ആ താഴ്വരയിൽ കൂടെ നടന്ന് സ്മൂത്തായിട്ട് പോകുവാനായിട്ടിടയായി തീരും. കാരണം ആ താഴ്വരയിൽ ഭയപ്പെടുത്തുന്ന അനുഭവങ്ങൾക്കോ തകർത്ത് കളയുവാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾക്കോ ഇല്ലായ്മ ചെയ്യുവാൻ പറ്റുന്ന പ്രതിബന്ധങ്ങൾക്കോ ദൈവത്തിൻ്റെ പൈതലിനെ തകർക്കുവാനായിട്ട് കഴിയത്തില്ല. കാരണം ഒരുവൻ അവൻ്റെ കരത്തിൽ പിടിച്ചിരിക്കുകയാണ്. ഒരുവൻ അവൻ്റെ വരങ്കലത്തെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അത് ഹോൾഡ് ചെയ്തിരിക്കുന്നിടത്തോളം കാലം എത്ര പ്രതിസന്ധികൾ ഉയർന്നു വന്നാലോ, എത്ര പ്രതികൂലങ്ങൾ ഉയർന്നു വന്നാലോ അതിന് നിന്നെ തൊടുവാനായിട്ട് കഴിയത്തില്ല. മറിച്ച് അതിൽ കൂടെ നീ നടന്നു പോകുവാനായിട്ടിടയായിത്തീരോ. നീ അതിനെ ഓവർകം ചെയ്യുവാനായിട്ടിടയായിത്തീരോ. നീ അതിൻ്റെ അപ്പുറത്ത് പുതിയ സാക്ഷ്യവുമായിട്ട് പുതിയ ടെസ്റ്റിമണിയുമായിട്ട് ദൈവം നടത്തിയ വിധങ്ങളുമായിട്ട് ദൈവം പ്രവർത്തിച്ച പ്രവർത്തികളുമായിട്ട് നീ പുറത്തു വന്ന് സാക്ഷ്യം പറയുവാനായിട്ടിടയായിത്തീരോ. നിന്റെ കൂരിൽ താഴ്വര തകർച്ചയുടേതല്ല, നിന്റെ കൂരിൽ താഴ്വര പുതിയ സാക്ഷ്യത്തിന്റെ അനുഭവമാണ്, പുതിയ ദൈവപ്രവർത്തിയുടെ അനുഭവമാണ്, പുതിയ ദൈവമഹത്വ അനുഭവിച്ചറിയുന്ന സന്ദർഭമാണ്. കർത്താവിനോട് ചേർന്ന് നടക്കുന്ന സാഹചര്യമായിട്ട് ദൈവം അതിനെ മാറ്റുവാനായിട്ടിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ശത്രുവിനറിയാം ദൈവജനത്തെ തകർക്കണമെങ്കിൽ അവരുടെ ആത്മീയ കാഴ്ചപ്പാട് ഇല്ലാതാക്കണം. കാഴ്ചപ്പാട് ഇല്ലാതാക്കിയെങ്കിൽ മാത്രമേ അവർ ജഡത്തിൽ പോരാടത്തുള്ളൂ. ഹല്ലേലൂയ. ആത്മീയ കാഴ്ചപ്പാടിൽ നാം നിൽക്കുന്നിടത്തോളം കാലം ഹല്ലേലൂയ നാം ജഡത്തിൽ പോരാടത്തില്ല, നമ്മൾ ആത്മാവിൽ പോരാടുവാനായിട്ടിടയായിത്തീരോ. നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധി ശക്തിയുള്ളതാണെങ്കിൽ പലപ്പോഴും ആത്മീയ ജീവിതത്തിൽ നാം പരാജയപ്പെടുന്നതിൻ്റെ കാരണം കോട്ടകളെ ഇടിപ്പാൻ ശക്തിയുള്ള ആയുധം ഉപയോഗിക്കാതെ ജഡത്തിൽ നമ്മൾ പോരാടുന്നത് കൊണ്ടാണ് പലപ്പോഴും പരാജയപ്പെടുന്നത്. അതിന് കാരണം എന്താണ്? ആത്മീയ കാഴ്ചപ്പാടില്ലാതെ പോകുമ്പോഴാണ് അത് സംഭവിക്കുവാനായിട്ടിടയായിത്തീരുന്നത്. ഹല്ലേലൂയ. ആത്മീയ കാഴ്ചപ്പാട് നമുക്കുണ്ടായാൽ പ്രൈസ് ദി ലോർഡ് ആരെല്ലാം നമുക്കെതിരെ ജഡത്തിൽ പോരാടിയാലും ഹല്ലേലൂയ
നാം ആത്മാവിൽ അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ശത്രുവിനോട് പോരാടുവാനായിട്ടിടയായിത്തീരും. നാം ആത്മാവിൽ ആ ശത്രുവിനോട് പോരാടുമ്പോൾ ഹല്ലേലൂയ പ്രൈസലോ ജഡത്തിലുള്ള പോരാട്ടങ്ങൾ അവസാനിക്കുവാനായിട്ടിടയായിത്തീരും. ഹല്ലേലൂയ പലപ്പോഴും പലരും നമ്മോട് പോരാടുന്നത് ആമേൻ പ്രൈസലോ അവരുടേതായ കുഴപ്പം കൊണ്ടല്ല, അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്നൊരു പൈശാചിക മണ്ഡലമുണ്ട്. ആ മണ്ഡലത്തോട് ജഡത്തിൽ പോരാടി നമ്മെ പരാജയപ്പെടുത്തുവാൻ വേണ്ടിയാണ്. ആത്മാവിൽ നാം പോരാടുവാൻ തയ്യാറായാൽ ഹല്ലേലൂയ പ്രൈസലോ ആ മണ്ഡലങ്ങൾ തകരുവാനായിട്ടിടയായിത്തീരോ. ആ വ്യക്തികളുടെ സ്വഭാവം മാറുവാനായിട്ടിടയായിത്തീരോ. അവരുടെ പോരാട്ടം നിൽക്കുവാനായിട്ടിടയായിത്തീരോ. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽക്കാലം കാഴ്ചപ്പാട് നഷ്ടപ്പെടുത്തുവാനായിട്ട് ശത്രു ശ്രമിക്കുമ്പോൾ ഞാനും നീ ഒരു യാഥാർത്ഥ്യം മനസ്സിലാകണം. പ്രൈസലോ ഹല്ലേലൂയ. ദൈവം അഭിഷേകം ചെയ്ത് പ്രൈസ് നീ മറിഞ്ഞിരിക്കുവാൻ വേണ്ടിയല്ല, സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ ഹല്ലേലൂയ പ്രൈസലോ നിന്ദിക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ജനത്തെ വിടുവിച്ചെടുക്കുവാൻ വേണ്ടിയാണ് ദൈവം അഭിഷേകം ചെയ്തതെന്ന് ഈ പകൽക്കാലം തിരിച്ചറിഞ്ഞ് മുൻപന്തിയിൽ വരുവാനായിട്ടിടയായി തീരണോ. ഹല്ലേലൂയ പ്രൈസലോ. നമ്മുടെ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ നാം ദൈവത്തെ സംശയിക്കത്തുള്ളൂ. പ്രൈസലോ. ആത്മീയ കാഴ്ചപ്പാടിൽ നാം മുന്നോട്ട് പോകുന്നിടത്തോളം കാലം എത്ര വലിയ പ്രതിസന്ധികൾ കൂടെ പോയാലും നമുക്കൊരു ഉറപ്പുണ്ട്. ആമേൻ പ്രൈസലോ. ആമേൻ പ്രൈസലേ. യഹോവ ഈരേ, അവൻ കരുതുന്ന ദൈവമാണ്. അവൻ കൈവിടുന്ന ദൈവമല്ല, അവൻ ഉപേക്ഷിക്കുന്ന ദൈവമല്ല, അവൻ തള്ളിക്കളയുന്ന ദൈവമല്ല, അവൻ എന്നെ ചേർത്ത് പിടിക്കുന്ന ദൈവമാണ്. അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ സംഭവിക്കോ. അവൻ വാക്തത്വം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മാറ്റമില്ല. ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ എത്രയുണ്ടെങ്കിലോ അവനിൽ ഏസാണെങ്കിൽ നീ സംശയിക്കാതെ വാക്തത്വങ്ങളെ നോക്കിക്കൊണ്ട് ആമേൻ പറയുവാനായിട്ടിടയായിത്തീരോ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡൗട്ട് കൊണ്ടുവരുന്നത് കാഴ്ചപ്പാടില്ലാതാകുമ്പോഴാണ്, ആത്മീയ സൈറ്റ് നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ്. അല്ലെ നാം ദൈവത്തിൻ്റെ വാക്തത്വങ്ങളെ, ദൈവത്തെ സംശയിക്കുന്നവരായി തീരുവാനായിത്തീരുന്നത്. ആമേൻ. അതുകൊണ്ട് കാഴ്ചപ്പാട് നഷ്ടപ്പെടുമ്പോഴോ ഒന്ന് ജഡത്തിൽ നമ്മൾ പോരാടുവാനായിട്ടിടയായിത്തീരോ. രണ്ട് നമ്മൾ ദൈവത്തിൻ്റെ വാക്തത്വങ്ങളെ സംശയിക്കുവാനായിട്ടിടയായിത്തീരോ. മൂന്നാമത് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതം പ്രൈസലോ മുകളിലോട്ട് ഉള്ളതിന് പകരം ഈ ലോകത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യപ്പെടുവാനായിട്ടിടയായിത്തീരും. ഹല്ലേലൂയ. ആത്മീയ ജീവിതത്തെ മെറ്റീരിയൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യുവാനായിട്ട് തുടങ്ങുമ്പോൾ നാം ചിന്തിക്കുന്നത് നമ്മുടെ കഴിവിലും നമ്മുടെ പ്രാപ്തിയിലും നമ്മുടെ പണത്തിനകത്തും നിന്നുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ടി, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നാം നേടിയെടുക്കുവാനാണ് ശ്രമിക്കുന്നത്. നാം ഈ പരിപാടി നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ പ്രൈസലോ നമുക്ക് വേണ്ടി ചിന്തിക്കുന്നത് ദൈവമാണ്. ദൈവം ചിന്തിക്കുന്ന ദൈവത്തിൻ്റെ കഴിവിൽ, ദൈവത്തിൻ്റെ പ്രാപ്തിയിൽ, പ്രൈസലോ ദൈവത്തിൻ്റെ റിച്ചസ് ഇൻ ഗ്ലോറിയിൽ ആണ് ദൈവം നമ്മെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ടിടയായിത്തീരുന്നത്. ഹല്ലേലൂയ പ്രൈസ്. അതുകൊണ്ടാണ് ദൈവജനം പലയിടത്തും പരിമിതപ്പെട്ടു പോകുന്നതിൻ്റെ കാരണം ആത്മീയതയെ മെറ്റീരിയൽ വേൾഡിലെ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതുകൊണ്ട് അവരുടെ കൺസെപ്റ്റിലുള്ള ചില നേട്ടങ്ങളിലേക്ക് അവർ ഒതുക്കപ്പെടുവാനായിട്ടിടയായിത്തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. കേരളത്തിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ ദൈവസഭ ഒരു പരിധിക്ക് മുകളിൽ ഉയരാതിരിക്കുന്നതിൻ്റെ കാരണം പ്രൈസ് ദി ലോർഡ് നാം നമ്മുടെ കൺസെപ്റ്റിലുള്ള ഉയർച്ചകളെക്കുറിച്ച് ചിന്തിച്ച് പ്രവർത്തിച്ചത് കൊണ്ടാണ്. ഹല്ലേലൂയ. നമുക്ക് 2000 വർഷത്തെ പാരമ്പര്യം ഉണ്ടായിരിക്കുമ്പോൾ ഇന്നും പ്രൈസ് ദി ലോർഡ് 2.something നാം ക്രിസ്ത്യൻ പെർസെൻറ്റേജ് നിൽക്കുന്നതിൻ്റെ കാരണം നമ്മുടെ ഉയർച്ച നാം ഡിസൈഡ് ചെയ്തതുകൊണ്ടാണ്. എന്നാൽ അതിന് ശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് കൊറിയയിൽ സുവിശേഷം എത്തുവാനായിട്ടിടയായിത്തീർന്നത്. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അമേരിക്കയിൽ സുവിശേഷം എത്തുവാനായിട്ടിടയായിത്തീർന്നത്. ഹല്ലേലൂയ. കൊറിയൻ പാർലമെൻറ്റ് പ്രാർത്ഥിച്ച് തുടങ്ങുവാൻ പോലും ഒരു ദൈവഭൃത്യനെ അവർ പ്രൈസലോ വിളിക്കുന്നുവെങ്കിൽ എത്രമാത്രം പ്രൈസലോ ദൈവം വരെ ഉയർത്തിയെന്ന് നമുക്ക് കാണുവാനായിട്ടിടയായിത്തീരോ, നമുക്ക് മനസ്സിലാക്കുവാനായിട്ടിടയായിത്തീരോ. അതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയെക്കുറിച്ച് ചിന്തിക്കുന്ന നിർത്തിയിട്ട് പ്രൈസലോ ദൈവത്തിൻ്റെ റിച്ചസ് ഇൻ ഗ്ലോറിയിൽ നമ്മുടെ ഭാവിക്ക് വേണ്ടി, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ചിന്തിക്കുവാനായിട്ട് നാം ഏൽപ്പിക്കപ്പെടുവാൻ തയ്യാറായ ആത്മീയത മെറ്റീരിയൽ ഗെയിന് വേണ്ടി നാം ഉപയോഗിക്കുന്നത് നിർത്തുവാനായിട്ടിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മീയ കാഴ്ചപ്പാട് നഷ്ടപ്പെടുമ്പോഴാണ് ആത്മീയത മെറ്റീരിയൽ ഗെയിന് വേണ്ടി ഉപയോഗിക്കുവാനായിട്ടിടയായിത്തീരുന്നത്. അതുകൊണ്ടും അവിടെ തീരുന്നില്ല. പൈസലോ ആത്മീയത മെറ്റീരിയൽ ഗെയിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുവാനായിട്ടിടയായിത്തീർന്നു കഴിഞ്ഞാൽ മെറ്റീരിയൽ ഗെയിൻ വന്നു കഴിയുമ്പോൾ ഹല്ലേലൂയ പൈസലോ ഫസ്റ്റ് അത് ചെയ്യുന്നത് നന്മ തന്ന ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ ഇല്ലാതാക്കും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവത്താൽ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച വരുമ്പോൾ
ആമേൻ നാം നോക്കി വെച്ച് പറയും, ദാവീദ് പറഞ്ഞ പോലെ, ഇത്രത്തോളം ഞാനും എൻ്റെ കുടുംബവും കൊണ്ടുവരുവാൻ എന്തുള്ളു കർത്താവേ എന്ന് പറഞ്ഞ് അവൻ ഒന്നുകൂടെ ദൈവത്തിനെ താഴുവാനായിട്ടിടയായിത്തീരും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നവനൊരു ബോധ്യമുണ്ട്, അവൻ അനുഭവിക്കുന്ന ഒരു നന്മയ്ക്കോ ഒരു ഉയർച്ചയ്ക്കോ അവന് യോഗ്യതയില്ല, അവന് പ്രാപ്തിയില്ല, അതിനുള്ള കഴിവ് അവനില്ല. എന്നുള്ള ബോധ്യം വരുമ്പോൾ അവൻ ഒന്നുകൂടെ ദൈവത്തിനെ താഴുവാനായിട്ടിടയായിത്തീരോ. ഒന്നുകൂടെ ദൈവത്തിനെ വിനയപ്പെടുവാനായിട്ടിടയായിത്തീരോ. ഒന്നുകൂടെ ദൈവത്തിനെ അധികം ദൈവത്തെ ആരാധിക്കുവാനായിട്ടിടയായിത്തീരോ. അധികം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ടിടയായിത്തീരോ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ ഉയർത്തുവാനായിട്ട് തുടങ്ങിയാൽ അത് നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റത്തില്ല, അത് നിന്റെ പ്രാർത്ഥനയെ ഇല്ലാതാക്കത്തില്ല, അത് നിന്റെ കൂട്ടായ്മയ്ക്ക് തടസ്സമായി തീരത്തില്ല. അത് പിന്നെയോ അധികം കൂട്ടായ്മ ആചരിക്കുക, അധികം പ്രാർത്ഥിക്കുക, അധികം ദൈവത്തെ ആരാധിക്കുക, അത് നിന്നെ പ്രാപ്തനാക്കുവാനായിട്ടിടയായിത്തീരോ, അത് നിന്നെ പ്രാപ്തയാക്കുവാനായിട്ടിടയായിത്തീരോ. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ആത്മീയ കാഴ്ചപ്പാട് നഷ്ടപ്പെടുമ്പോഴാണ് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആത്മീയതയെ മെറ്റീരിയൽ നേട്ടങ്ങൾക്ക് വേണ്ടി മാറ്റുവാനായിട്ടിടയായിത്തീരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇസ്രായേലിലെ ഒന്നാമത്തെ രാജാവായ ദാവീദ് പെട്ടകത്തിന് മുമ്പാകെ നൃത്തം ചെയ്ത് ആരാധിച്ചപ്പോൾ, രണ്ടാമത്തെ രാജാവായ ദാവീദ് പെട്ടകത്തിൻ്റെ മുമ്പിൽ നൃത്തം ചെയ്ത് ആരാധിക്കുമ്പോൾ ഒന്നാമത്തെ രാജാവിൻ്റെ മകളായ മീക്കൽ വിളിച്ചു പറയുകയാണ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഇസ്രായേൽ രാജാവ് ഇന്ന് തന്നെത്താൻ അനാവൃതമാക്കിയിരിക്കുന്നത് എന്ത്? ദാവീദ് പറയാണ്, നിന്റെ അപ്പനിലും നിന്റെ അപ്പൻ്റെ പ്രതിഭവനത്തിലുപരിയായിട്ട് എന്നെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന എൻ്റെ ദൈവത്തിൻ്റെ മുമ്പാകെ ഞാൻ അധികം നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുമെന്ന് ദാവീദിന് പറഞ്ഞതിൻ്റെ കാരണം എന്താണ്? അവൻ അവൻ്റെ ഉയർച്ച അവൻ വെട്ടിപ്പിടിച്ചതല്ല, അവൻ ചോദിച്ചു വാങ്ങിയതല്ല. അവൻ്റെ ഉയർച്ച ദൈവത്താൽ വന്നതായപ്പോൾ അവൻ പറയാണ്, എനിക്കതിന് യോഗ്യതയില്ല, ഞാനതിന് പ്രാപ്തനല്ല, ദൈവത്തിൻ്റെ കൃപയാൽ വീണ് വന്നതാണ്. അതുകൊണ്ട് എനിക്ക് ആരാധിക്കുന്നത് നിർത്തുവാനായിട്ട് കഴിയത്തില്ല, എനിക്ക് നൃത്തം ചെയ്യുന്നത് നിർത്തുവാനായിട്ട് കഴിയത്തില്ല, എനിക്ക് പ്രാർത്ഥിക്കുന്നത് അവസാനിപ്പിക്കുവാനായിട്ട് കഴിയത്തില്ല. കാരണം ഞാൻ I am no longer worthy for that. Praise the Lord. Hallelujah. നാം പ്രാർത്ഥിച്ച് ഉപവസിച്ച് ചിലതൊക്കെ നേടിയെടുക്കുമ്പോൾ നമുക്കൊരു തോന്നലുണ്ടാകും, എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ദൈവം തന്നതാണ്, ഞാൻ ഇത്ര ദിവസം ഉപവസിച്ചത് കൊണ്ട് ദൈവം തന്നതാണ്. പ്രൈസ് ദി ലോർഡ്. I am worthy for that. ആ വിടുതലിന് ഞാൻ യോഗ്യനാണ്, ആ ഉയർച്ചയ്ക്ക് ഞാൻ യോഗ്യനാണ് എന്നുള്ള ചിന്ത വരുമ്പോൾ നാം അറിയാതെ നമ്മിൽ പ്രൈഡ് ഉണ്ടാകുവാനായിട്ടിടയായിത്തീരും, നമ്മിൽ ഉന്നത ഭാവം ഉണ്ടാകുവാനായിട്ടിടയായിത്തീരും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ദൈവം നമ്മെ ഉയർത്തുമ്പോൾ നാം മനസ്സിലാകും ദൈവത്തിൻ്റെ കൃപയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു യോഗ്യതയുമില്ല, ഒരു കഴിവുമില്ല എന്ന് പറയുമ്പോൾ അധികം താഴുവാനായിട്ട്, അധികം വിനയപ്പെടുവാനായിട്ടിടയായിത്തീരും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ആത്മീയ കാഴ്ചപ്പാട് നഷ്ടപ്പെടുമ്പോഴാണ് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ മെറ്റീരിയൽ തിങ്സിലേക്ക് നമ്മുടെ ചിന്ത മാറിപ്പോകുവാനായിട്ടിടയായിത്തീരുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആത്മീയ കാഴ്ചപ്പാട് നഷ്ടപ്പെടുമ്പോൾ അടുത്തത് വി വിൽ ഡിഫൈൽ അവർസെൽഫ്. നമ്മെ തന്നെ അശുദ്ധമാക്കപ്പെടണമെങ്കിൽ ഹല്ലേലൂയ ആത്മീയ കാഴ്ചപ്പാട് നഷ്ടപ്പെടുവാനായിട്ടിടയായിത്തീരണം. ഹല്ലേലൂയ. ആത്മീയ കാഴ്ചപ്പാട് നമ്മിലുണ്ടെങ്കിൽ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, യോസേഫ് പറഞ്ഞ പോലെ പറയുവാനായിട്ടിടയായിത്തീരും, ഇത് ഞാൻ ചെയ്ത് എൻ്റെ ദൈവത്തോട് ഞാൻ പാപം ചെയ്യത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആത്മീയ കാഴ്ചപ്പാടുള്ളവർക്ക് ഒരു ബോധ്യമുണ്ട്, ഏതെല്ലാം സാഹചര്യങ്ങൾ കൂടെ കടന്നു പോയാലോ, ഏതെല്ലാം അവസ്ഥകൾ കൂടെ കടന്നു പോയാലോ അവർക്ക് പറയാനുള്ളത് പ്രൈസ് ദി ലോർഡ്, ഞാൻ സേവിക്കുന്ന ദൈവം വിശുദ്ധനായിരിക്കാൽ ഞാനും വിശുദ്ധനായിരിക്കണമെന്ന് എൻ്റെ ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് എനിക്ക് എന്നെ തന്നെ ഡിഫോൾട്ട് ചെയ്യുവാനായിട്ട് കഴിയത്തില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ രക്തത്താൽ എന്നെ കഴുകി എന്നെ വിശുദ്ധനായിട്ട് സ്വർഗ്ഗത്തിലെ ദൈവം പ്രഖ്യാപിച്ചുവെങ്കിൽ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ മധ്യത്തിൽ, ജീവിത സാഹചര്യങ്ങളുടെ മധ്യത്തിൽ എന്നെ പകർന്ന വിശുദ്ധിയെ നഷ്ടപ്പെടുത്തുവാൻ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല, അതിന് ഞാൻ തയ്യാറാകത്തില്ല എന്ന് പറഞ്ഞ് നാം നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയെ സൂക്ഷിക്കുവാനായിട്ടിടയായിത്തീരോ. ഹല്ലേലൂയ. ആത്മീയ കാഴ്ചപ്പാട് നഷ്ടപ്പെടുമ്പോഴാണ് പ്രൈസ് ദി ലോർഡ് നാം കോംപ്രമൈസ് ചെയ്യുവാനായിട്ടിടയായിത്തീരുന്നത്. ആമേൻ. കാലഘട്ടം മാറുന്നതനുസരിച്ച് നമുക്കും കുറേ മാറ്റമൊക്കെ വേണ്ടേ പ്രൈസ് ദി ലോർഡ് എന്നെല്ലാം പറഞ്ഞ് പ്രൈസ് ദി ലോർഡ് നാം ചിന്തിക്കുവാനായിട്ട് തുടങ്ങുന്നത് പ്രൈസ് ദി ലോർഡ് സ്പിരിച്വൽ ഐസൈറ്റ് നഷ്ടപ്പെടുമ്പോഴാണ്.
ഹാലലിയ. സ്പിരിച്വൽ ഐസൈറ്റ് നഷ്ടപ്പെടാത്തിടത്തോളം കാലം ഹാലലിയ ആമേൻ വിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മെ തന്നെ വിശുദ്ധീകരിക്കുവാൻ നമ്മിലൊരു ഒരുക്കമുണ്ടായിരിക്കും, നമ്മിലൊരു ഉത്സാഹമുണ്ടായിരിക്കും, നമ്മിലൊരു ആഗ്രഹമുണ്ടായിരിക്കും, നമ്മിലൊരു താല്പര്യമുണ്ടായിരിക്കും. അതിനകത്തുനിന്ന് നാം പുറകോട്ട് പോകത്തില്ല. അത് നാം പ്രൈസലോ ആമേൻ നമുക്ക് ലഭിച്ച വീണ്ടെടുപ്പിൻ്റെ മഹത്വം എന്താണ് ആമേൻ എന്നുള്ളത് തിരിച്ചറിഞ്ഞ് അതിനകത്ത് നാം ജീവിക്കുവാനായിട്ടിടയായി തീരോ. ആമേൻ ഞാൻ പലപ്പോഴും കമ്മ്യൂണിയൻ ശുശ്രൂഷയിൽ പറയാറൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ പ്രൈസലോ നമുക്ക് ആമേൻ പ്രൈസലോ വീണ്ടെടുപ്പ് ലഭിച്ചത് കേവലം 4 or 5 ഉള്ള ഒരു സെൻറ്റൻസിലുള്ളൊരു പ്രാർത്ഥനയിലാണ്. പ്രൈസ് ഒരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ആമേ പൈസలో 10, 20, 30, 40, 60, 80 ആമേ വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങൾ നാം ചെയ്തു കൂട്ടിയ സകല പാപങ്ങളും ക്ഷമിക്കുവാനായിട്ടിടയായി തീർന്നു. എന്നാൽ ദൈവത്തിന് ഹല്ലേലൂയ പ്രൈസലോ അതിന് കൊടുക്കേണ്ട വില എന്ന് പറയുന്നത് ആമേ പീലാത്തോസിൻ്റെ കൽത്തോളം മുതൽ ഗോൽഗോത്തയോളം നമ്മുടെ കർത്താവ് അനുഭവിച്ച പങ്കപ്പാടുകളായിരുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത്. നമുക്ക് കേവലം ആമേ ചില സെൻറ്റൻസുള്ള പ്രാർത്ഥനയുടെ വിലയുള്ളൂ. ആമേ പ്രൈസലോ എന്ന കർത്താവ് പിതാവാം ദൈവത്തിന് തന്നെ ഓമന കുമാരനെ കാൽവറി കുറിച്ച് തകർക്കേണ്ടി വരുവാനായിട്ടിടയായി തീർന്നു. അവസാനം ഇങ്ങനെയാണ് കാണുവാൻ സാധിക്കുന്നത്. പിതാവാം ദൈവം മുഖം മറച്ചു കളഞ്ഞു. കാരണം പിതാവിന് സ്വപുത്രൻ ക്രൂശിൽ തകർന്നു കിടക്കുന്നത് കാണുവാൻ കഴിയാതെ വേണോ ആമേ മുഖം തിരിച്ചു കഴിഞ്ഞപ്പോഴാണ് പുത്രൻ നിലവിളിച്ചു പോയത്. ആമേ ഏലി ലമാ ശബത്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ ആമേ നീയും എന്നെ കൈവിട്ടോ എന്നുള്ള ആ വാക്ക് ചോദിച്ചതിൻ്റെ കാര്യം എന്താണ്? അതുവരെ പിതാവ് തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ബലത്തിലാണ് ആ ക്രൂശിൽ കടന്ന യേശു കർത്താവ് അതിൻ്റെ ബലത്തിൽ അതിനെ സഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിതാവാം ദൈവത്തിന് സഹിക്കാൻ പറ്റുന്നില്ല, പിതാവാം ദൈവത്തിന് അത് കാണുവാൻ പറ്റുന്നില്ല. ആമേ പിതാവ് അല്പനിമിഷത്തെ മുഖം തിരിച്ചപ്പോൾ പുത്രൻ തകർന്നു പോകുകയും ആമേ പുത്രൻ ആകപ്പാട് ആമേ വിഷമത്തിലായി. ആമേ അവൻ വിളിച്ചു പറയാണ്, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് ആമേ പറഞ്ഞ് അവൻ നിലവിളിച്ചുവെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മുടെ പാപത്തിന് കൊടുത്ത വില നിസാരമല്ല. ആമേ നാം ചില വാക്കിൽ പ്രാർത്ഥിച്ചപ്പോൾ അവൻ നമ്മെ നീതിമാന്മാരായി പ്രഖ്യാപിക്കുവാനായിട്ടിടയായി തീർന്നുവെങ്കിൽ ആമേ ശിഷ്ടായുസ് ആ നീതിയിൽ നമ്മൾ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ ആമേൻ. നാം രക്ഷിക്കപ്പെടുമ്പോൾ ആമേൻ നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രഖ്യാപിക്കുന്നതാണ് ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആമേ അതുവരെയുള്ള പാപം യേശുവിൻ്റെ ആമേ രക്തത്താൽ കഴുക പ്രാപിച്ച് നമ്മൾ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുവാനായിട്ടിടയായി തീരും. ആമേൻ പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ആമേൻ നാം നമ്മുടെ വഴി പൊക്കോളാനായിട്ടല്ല ദൈവം നമ്മെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. ആമേൻ. എന്നിട്ട് ഇങ്ങനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് പുത്രൻ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്തുകൊണ്ട് നിൽക്കുന്നു എന്നാണ് കാണുന്നത്. ആമേൻ. ലേഖനത്തിൽ ഇങ്ങനെ കാണുന്നു, ആത്മാവ് താൻ നമുക്ക് വേണ്ടി ആമേൻ പ്രൈസലോ ആ ഞരക്കങ്ങളാൽ പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആമേൻ. ഒന്നുകൂടെ ഞാൻ പറയാം. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുമ്പോൾ, എന്തെങ്കിലും പോരായ്മകൾ സംഭവിക്കുമ്പോൾ ആത്മാവ് ആമേൻ പക്ഷവാദം ചെയ്യുവാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ആ പക്ഷവാദത്തിൻ്റെ അനന്തര ഫലമെന്ന് പറയുന്നത് നമുക്കതിനെക്കുറിച്ച് ബോധ്യം വന്ന് നാം ദൈവത്തോട് ഏറ്റുപറയുവാനായിട്ടിടയായിത്തീർന്നു. ഏറ്റുപറയുന്ന സെയിം മോമെൻറ്റിൽ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് നിന്ന് പുത്രൻ പറയുമോ, ആ പാപം അണ്ടർ ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആമേൻ പ്രൈസ് അത് യേശുവിൻ്റെ രക്തത്തിൻ്റെ കീഴിലാണെന്ന് പറഞ്ഞ് ആമേൻ നമ്മെ വിശുദ്ധരായിട്ട് ഈ ലോകത്ത് ദൈവം പിന്നെയും നിർത്തുവാനായിട്ടിടയായി തീരോ. ആമ എന്തിനു വേണ്ടി? ആമ പാപത്തിൻ്റെ പേര് പറഞ്ഞ് പിശാച് നമ്മുടെ ജീവിതത്തിൽ പിന്നെയും കടന്നു വരാതിരിക്കുക, പിന്നെയും നമ്മെ തകർക്കാതിരിക്കുക, പിന്നെയും നമ്മെ തോൽപ്പിക്കാതിരിക്കുക, പിന്നെയും നമ്മെ പരാജയപ്പെടുത്താതിരിക്കുക, പിന്നെയും നമ്മുടെ ജീവിതത്തിൽ നൽകിയ നന്മകളെ അപകരിച്ചു കൊണ്ടുപോകാതിരിക്കുവാനായിട്ട് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഏതെങ്കിലും തെറ്റുകൾ സംഭവിച്ചാൽ എത്രയും വേഗം അതിനെ യേശുവിൻ്റെ രക്തത്താൽ കഴുകി നമ്മെ വിശുദ്ധരാക്കി പിന്നെയോ ആമ നിർത്തുവാനായിട്ട് നമ്മെക്കാൾ അധികമായിട്ട് ആമ സ്വർഗം എല്ലാ കാര്യങ്ങളും ചെയ്തു വച്ചിരിക്കുമ്പോൾ ജീവിതത്തിൽ പറ്റുന്ന കുറവുകളെ പോരായ്മകളെ നിസ്സാരമായിട്ട് നാം കാണരുത്. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ആമേ മാനുഷിക മണ്ഡലത്തിൽ നാം ജീവിക്കുമ്പോൾ തെറ്റുകൾ സംഭവിക്കാം, പോരായ്മകൾ സംഭവിക്കാം. എന്നാൽ അത് സംഭവിച്ചാൽ ഉടനെ പരിശുദ്ധാത്മാവ് പറയോ, വാക്കിൽ തെറ്റിപ്പോയി, പ്രവൃത്തിയിൽ തെറ്റിപ്പോയി, നിരൂപണത്തിൽ തെറ്റിപ്പോയി എന്ന് പറയുമ്പോൾ ആമേ കർത്താവ് തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് ഏറ്റു പറയുവാനായിട്ടിടയായി തീർന്നു കഴിഞ്ഞാൽ പിന്നെയും ദൈവം നമ്മെ വിശുദ്ധരായി നിലനിർത്തുവാനായിട്ടിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ആമേൻ നാം ഡിഫൈലായിട്ട് മുന്നോട്ട് പോകും. അല്ലെങ്കിൽ
കുഴപ്പമില്ല, സാരമില്ല. ആമേൻ പ്രൈസ്. അവരും ഇവരും നുണ പറയുന്നത് കൊണ്ട് ഞാനും പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന് ചിന്തിക്കും. ഹല്ലേലൂയ പ്രൈസ്. അവരും ഇവരും ഇങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത്, അതുകൊണ്ട് ഞാനും അങ്ങനെ ജീവിച്ചാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നാം ചിന്തിക്കുവാനായിട്ടിടയായിത്തീരും. ഇന്ന് പകൽക്കാലം ആത്മീകത എന്ന് പറയുന്നത് അവരെയും ഇവരെയും നോക്കി ചെയ്യുവാനായിട്ടുള്ളതല്ല. നിനക്ക് നിൻ്റെ ദൈവമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ നിന്ന് ഉടലെടുത്ത് വരുന്നതാണ് നിൻ്റെ സ്പിരിച്വൽ ലൈഫ് എന്ന് പറയുന്നത്. അതിനകത്ത് കോംപ്രമൈസ് ഉണ്ടാകാതിരിക്കണമെങ്കിൽ നിനക്ക് ആത്മീയ കാഴ്ചപ്പാടുണ്ടാകുവാനായിട്ടിടയായിത്തീരണോ. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ആ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഹല്ലേലൂയ നാം ഒരുക്കൂടെ മനസ്സിലാക്കണം. ദൈവം ഓരോരുത്തരെയും ഒരുക്കുകയും പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുന്നത് ആമേൻ ദൈവത്തിന് അവരിൽ കൂടെ ചെയ്തെടുക്കും പർപ്പസിൻ്റെ ബേസിലാണ്. ആമേൻ ആ പർപ്പസിൻ്റെ ബേസിൽ ദൈവം നമ്മെ ഒരുക്കുമ്പോൾ മറ്റ് വ്യക്തികൾക്കില്ലാത്ത ചില സമർപ്പണങ്ങൾ ദൈവം നിന്നോട് ചോദിക്കുവാനായിട്ടിടയായിത്തീരും. മറ്റു വ്യക്തികൾക്കില്ലാത്ത ചില തീരുമാനങ്ങൾ നീ എടുക്കേണ്ടി വരുമോ. മറ്റുള്ളവ ചെയ്താൽ കുഴപ്പമില്ലാത്ത കാര്യം നീ ചെയ്താൽ നിനക്ക് കുഴപ്പമായി തോന്നുവാനായിട്ടിടയായിത്തീരും. പലരും കൂട്ടായ്മ മുടക്കുമ്പോൾ അത് കുഴപ്പമില്ലാതിരിക്കുമ്പോൾ നീ കൂട്ടായ്മ മുടക്കിയാൽ അത് കുഴപ്പമായിട്ട് പരിശുദ്ധാത്മാവ് നിന്നെ ബോധ്യപ്പെടുത്തോ. പലരും വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ടൈം കുറച്ചാൽ അവർക്ക് കുഴപ്പമില്ലെങ്കിലും നീ കുറച്ചാൽ നിനക്കത് കുഴപ്പമായി തീരുവാനായിട്ടിടയായിത്തീരും. കാരണം ദൈവം നിന്നെ വ്യത്യസ്തമായ നിലവാരത്തിൽ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവരെയും ഇവരെയും നോക്കിക്കൊണ്ട് പ്രൈസ് ദി ലോർഡ് നിന്റെ ആത്മീയ ജീവിതത്തിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു പോകാതെ പരിശുദ്ധാത്മാവ് എന്താണോ നിന്നെക്കുറിച്ച് പറയുന്നത്, എങ്ങനെയാണോ നിന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്, ആ നിലവാരത്തിൽ ഒരുക്കപ്പെടുവാൻ തയ്യാറാകണം. ആ നിലവാരത്തിൽ രൂപാന്തരപ്പെടുവാൻ തയ്യാറാകണം. ആ നിലവാരത്തിലുള്ള തീരുമാനത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് തയ്യാറാകണം. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. എങ്കിൽ മാത്രമേ ആ ദൈവിക പദ്ധതിക്കകത്തേക്ക് നമുക്ക് മുന്നേറുവാനായിട്ട് കഴിയത്തുള്ളൂ. ആമേൻ പ്രൈസ് ദി ലോർഡ്. മറ്റൊന്ന് ആത്മീയ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഡിവൈൻ റെവറൻസ് നമുക്ക് നഷ്ടപ്പെടുവാനായിട്ടിടയായിത്തീരും. ദൈവസന്നിധിയുള്ള പ്രൈസ് ദി ലോർഡ് ഫിയർ ഓഫ് ഗോഡ്, റെവറൻസ് ഓഫ് ഗോഡ് ഇന്നത്തെ ആത്മീയഗോളത്തിന് ഏറ്റവും അധികമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് പ്രൈസ് ദി ലോർഡ് റെവറൻസ് ഓഫ് ഗോഡ്. പലപ്പോഴും ഇന്നത്തെ ആധുനിക തലത്തിൽ ദൈവം നമ്മുടെ ഫ്രണ്ടാണ്, നമ്മുടെ കൂട്ടുകാരനാണ്, നമ്മുടെ സ്നേഹിതനാണ്. അതുകൊണ്ട് പൈസലോ നമ്മുടെ ഇവിടെയുള്ള സ്നേഹിതനെ പോലെ ദൈവത്തിൻ്റെ തോളെ തട്ടിപ്പോകുന്ന ഒരു അനുഭവത്തെക്കുറിച്ചല്ല വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവൻ നമ്മുടെ ഫ്രണ്ടാണ്, അതൊരു വാസ്തവമാണ്. അവൻ നമ്മുടെ സ്നേഹിതനാണത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അവന് കൊടുക്കേണ്ട ബഹുമാനം പൈസലോ അതിൻ്റെ സന്ദർഭത്തെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കടപ്പാടാണെന്നുള്ള കാര്യം ഞാനും നീ മറന്നു പോകരുത്. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ദൈവം അബ്രഹാമിൻ്റെ സ്നേഹിതനായിരുന്നു. സ്നേഹിതനായിരുന്നു അബ്രഹാം. ഒരിക്കൽ പോലും പ്രൈസ് ദി ലോർഡ് ദൈവത്തോടുള്ള ബഹുമാനം നഷ്ടപ്പെടുത്തി ഒരു വാക്ക്, ഒരു പ്രവൃത്തി ഏതെങ്കിലും സന്ദർഭത്തിൽ ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ നമുക്കെല്ലാം ഇപ്പോഴും അവൻ നമ്മുടെ സ്നേഹിതനാണ്, നമ്മെ അറിയുന്നവനാണ്. സ്റ്റിൽ വി നീഡ് ടു ഹാവ് ദ റെവറൻസ് ഓഫ് ഗോഡ്. അതിന് നമുക്ക് പ്രൈസ് കാഴ്ചപ്പാടുണ്ടെങ്കിലേ ഒക്കത്തുള്ളൂ. കാഴ്ചപ്പാടില്ലെങ്കിൽ പ്രൈസലോ റെവറൻസ് നഷ്ടപ്പെടുവാനായിട്ടിടയായിത്തീരും. ഹല്ലേലൂയ പ്രൈസലോ. ദാവീദ് ഒരിക്കൽ പ്രൈസലോ റെവറൻസ് നഷ്ടപ്പെട്ടപ്പോൾ പ്രൈസലോ ദാവീദ് പറയാണ്, അന്ന് ദാവീദ് ദൈവത്തെ ഭയപ്പെട്ടു പോകുവാനായിട്ടിടയായിത്തീർന്നു. പ്രൈസലോ. ഹല്ലേലൂയ. ദൈവം സ്നേഹിതനാണ്. ദൈവം പ്രൈസലോ നമ്മുടെ കൂട്ടുകാരനാണ്. അതൊക്കെ ശരിയാണ്. എന്നാൽ പ്രൈസലോ ദൈവം ദൈവമാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. അവൻ വിശുദ്ധിയിൽ ഭയങ്കരനാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. അവൻ നീതിയുള്ള ന്യായാധിപനാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഒരു വശത്ത് അവൻ സ്നേഹസമ്പന്നനാണ്, കൃപയുള്ള ദൈവമാണ്. എന്നാൽ മറുവശത്ത് അവൻ നീതിയുള്ള റൈച്ചസ് ജഡ്ജാണ്. അവൻ വിശുദ്ധിയിൽ ഭയങ്കരനായ ദൈവമാണ്. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. അതൊരിക്കലും നാം മറന്നു പോകാൻ പാടില്ല. അത് മറന്നു പോകാതിരിക്കുമ്പോഴാണ് ആ റെവറൻസിൽ ദൈവം നമ്മുടെ സ്നേഹിതനായി തീരുന്നത്. ദൈവം നമ്മുടെ കൂട്ടുകാരനായി അനുഭവപ്പെടുമ്പോഴല്ല ആ റെവറൻസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുവാൻ കഴിയണമെങ്കിൽ ഹല്ലേലൂയ നമുക്ക് ആത്മീയ കാഴ്ചപ്പാടുണ്ടായിരിക്കുവാനായിട്ടിടയായി തീരണം. അങ്ങനെയാണെങ്കിൽ പിശാച് പദ്ധതി ഇടുന്നത് ഈ ആത്മീയ കാഴ്ചപ്പാട് ജനത്തിൽ നഷ്ടപ്പെടുത്തുവാൻ വേണ്ടിയാണ്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുകയാണ്, അങ്ങനെ പദ്ധതിയിട്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ആ ശത്രുവിൻ്റെ മണ്ഡലത്തെ തകർക്കാൻ വേണ്ടിയാണ് മറഞ്ഞിരിക്കുന്ന നീ പുറത്തു വരണമെന്ന് പരിശുദ്ധാത്മാവ്
പറയുന്നത്. പ്രൈസലോ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. പ്രൈസലോ, കാഴ്ചപ്പാട് നഷ്ടപ്പെടുത്തി പ്രൈസലോ ജഡത്തിൽ പോരാടുന്നവരാക്കുവാനായിട്ട്, ഹല്ലേലൂയ, പ്രൈസലോ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ സംശയിക്കുന്നവരായിട്ട്, ഹല്ലേലൂയ, ലോകത്തിലുള്ളതിലേക്ക് വേണ്ടി മാത്രം ആത്മീകതയെക്കുറിച്ച് ചിന്തിക്കുന്ന നിലവാരത്തിൽ, ഹല്ലേലൂയ, പ്രൈസലോ, വ്യക്തിപരമായ ജീവിതത്തിൽ ഡിഫൈൽ വരുത്തുവാനായിട്ട്, ആമേൻ, ദൈവത്തോടുള്ള റവറൻസ് ഇല്ലാത്ത നിലവാരത്തിൽ ജനത്തെ ആക്കുവാൻ ശത്രു പദ്ധതികൾ ഇടുമ്പോൾ, ശത്രു പ്ലാനുകൾ ഇടുമ്പോൾ, ആമേൻ, ഇന്ന് പകൽക്കാലം ഇതിനകത്ത് മറഞ്ഞിരിക്കുന്ന ചിലത് ആമേൻ പുറത്തു വരണമെന്ന് പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം ഇടപെടുകയാണ്. അടരാ ജിഗന റുഷ ധരാഭികാരബല കാഴ്ചപ്പാട് നഷ്ടപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന മേഖലകളിൽ അതിനനുവദിക്കാതെ, അതിന് തടയിടുക, അതിന് പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലത്തെ തകർത്തെറിയുക. ആത്മാവിൻ്റെ അഭിഷേകത്തോടെ, ആത്മാവിൻ്റെ ശക്തിയോടെ ഇന്നലകളിൽ നിങ്ങളെ നടത്തിയ അഭിഷേകം, ഇന്നലകൾ നിങ്ങൾ അനുഭവിച്ച വിടുതലിന് പിന്നിലുള്ള ദൈവശക്തിയുമായിട്ട് ഈ പകൽക്കാലം നിങ്ങൾ പുറത്തു വരണം. ഉഡരബല ശതരബികാരബല അഡരബല ജൂതരബികാരബികാരബല അഡരബല ജിഗരബികാരബികാരബല വ്യക്തിപരമായ അനുഭവങ്ങളുമായിട്ട് ഇനി ഇരിക്കരുത്. ജീവിതത്തിന്റെ വിഷയങ്ങളുടെ മധ്യത്തിൽ ആമേൻ, 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 പ്രൈസ് ദി ലോർഡ്. ഉഡരബല ഹഡര ജിഗരബികാരബികാരബല ജഡത്തിൽ പോരാടി ആത്മീയ കാഴ്ചപ്പാടില്ലാതിരിക്കുന്നതിന് ആത്മാവിൽ പോരാടുന്നവരാക്കുക. നീ പുറത്തു വന്നേ മതിയാവോ, നീ പ്രവർത്തിച്ചേ മതിയാവോ, നീ മുന്നണിയിൽ നിന്നേ മതിയാവോ എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. അടരബല വികരബല റുഷാധരാബികാരബല അടരാ ജിഗരബികാരബികാരബല ഇന്നലകൾ ആത്മാവിൽ ആമേ പലതും ചെയ്തെടുക്കുക, പലതും നേടിയെടുക്കുക. ദൈവം നിന്നെ ഉപയോഗിച്ചുവെങ്കിൽ ആമേ മറ്റു ചിലതിന് ദൈവകൃപയിൽ നിലനിർത്തുക, ദൈവകൃപയിൽ ഉറപ്പിക്കുക. ജഡത്തിൽ പോരാടുന്നതിന് ആത്മാവിൽ പോരാടുന്നവരാക്കുക. നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിനകത്ത് ഒരു പർപ്പസ് ഉണ്ടെന്ന് പരിശുദ്ധമായി പകൽക്കാലം ഇടപെടുകയാണ്. ഉടരബല ശതരാബികാരബല റഷാധരാബികാരബികാരബല അടരബല വികരബല റുഷാധരാബികാരബികാരബല യേശുവിന്റെ രക്തത്താല് അമ്മ ഇനി മറിഞ്ഞിരിക്കരുത്, ഇനി മറിഞ്ഞിരിക്കരുത്. നീ പുറത്തു വരുവാൻ തയ്യാറാകണം, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അവൻ നിന്നെ പൊക്കിയെടുക്കാൻ പോകുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അടരബല വികരബല ജഡത്തിൽ പോരാടി ആത്മീയ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട് അവൻ നിന്ദിക്കപ്പെടുന്ന അനുഭവത്തിൽ ചിലതിനെ ആക്കുക. ശത്രു പദ്ധതി ഇടുമ്പോൾ ആ നിന്ദിക്കപ്പെടാത്ത നിലവാരത്തിൽ ആത്മാവിൽ പോരാടി ആ ശത്രുവിനെ ജയിക്കുക, ചിലതിനെ പ്രാപ്തരാക്കുക, ചിലതിനെ ബലപ്പെടുത്തുക. ഇന്ന് പകൽക്കാലം നീ ആത്മാവിന്റെ ശക്തിയോടെ അതിന്റെ പർപ്പസിലേക്ക് ഈ പകൽക്കാലം എഴുന്നേറ്റ് വരുവാൻ തയ്യാറാകണം. ഉടരബല ശതരാബികാരബികാരബല അടരബല ജൂതരാബികാരബികാരബല പരിശുദ്ധമായി പകൽക്കാലം അമ്മ ചിലതിനെ എഴുന്നേൽപ്പിക്കുകയാണ്, ചിലതിൻ്റെ മേലുള്ള അഭിഷേകത്തിന്റെ പുതുക്കം പകരുകയാണ്. ഇന്ന് പകൽക്കാലം അതിനുള്ള കാഴ്ചപ്പാട് പകരുകയാണ്, അതിനുള്ള ദൈവകൃപ പകരുകയാണ്. യേശുവിന്റെ രക്തം ജയമെടുകയാണ്. ഉടരബല ഹടരബല ജൂതരാബികാരബല അമ്മ ഇന്നലകൾ ആത്മാവ് നിന്നെ ജയിപ്പിച്ചുവെങ്കിൽ, ഇന്നലെ ആത്മാവ് നിന്നെ സൗഖ്യമാക്കിയെങ്കിൽ, ഇന്നലെ ആത്മാവ് നിന്റെ അവസ്ഥകളെ മാറ്റിയെങ്കിൽ മറ്റു ചിലതിൻ്റെ അവസ്ഥ മാറ്റുക. ആമേ മറ്റു ചിലതിന് ശത്രു നിന്ദിക്കപ്പെടുക ആമേ ശ്രമിക്കുമ്പോൾ അവർക്ക് ആത്മീയ കാഴ്ചപ്പാട് പകർന്നു കൊടുത്ത് ശത്രുവിനെ പരാജയപ്പെടുത്തുക, അവരോടൊപ്പം നിൽക്കുക. സ്വർഗം നിന്നെ ഇന്ന് പകൽക്കാലം വിളിക്കുകയാണ്. ഉടരബല ശാഥന ബികാര ബികാരബല അടരാ ജുദന ബികാര ശാഥന ബികാ ലഖര ശുദൂർ ഷാധര ബികാര ബിക അടരാ ജിഗര ബികാര ബികാരബല മറിഞ്ഞിരിക്കുന്ന മേഖലയിൽ നിന്ന് പുറത്തു വരട്ടെ. അഭിഷേകത്തോടെ എഴുന്നേൽക്കട്ടെ, ശക്തിയോടെ എഴുന്നേൽക്കട്ടെ. അമ്മ ചിലതിന്റെ നിന്ദയെ മാറ്റുവാനായിട്ട്, നിന്ദയിലാക്കുവാനായിട്ട് അമ്മ ശത്രുവിന്റെ സ്ട്രാറ്റജികളെ തകർത്തെറിയുക, ചിലതിനൊപ്പം നിൽക്കുക. അമ്മ ചില കുടുംബത്തിനൊപ്പം നിൽക്കുക, ചില തലമുറയ്ക്കൊപ്പം നിൽക്കുക. യേശുവിന്റെ നാമത്തിൽ ഈ പകൽക്കാലം പരിശുദ്ധമായ ചിലതിന് നിയോഗങ്ങൾ നൽകുകയാണ്. ഉടരബല ശതരാബികാരബികാരബല അടരബല ജൂതരാബികാരബല ജഡത്തിൽ പോരാടി പരാജയപ്പെട്ടു പോകാതിരിക്കുവാൻ, ജഡത്തിൽ പോരാടി തകർന്നു പോകാതിരിക്കുവാൻ യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ പോരാടുവാൻ, അവരോടൊപ്പം നിൽക്കുവാൻ സഭയെ വിളിക്കുകയാണ്. ദേശത്തെ ജഡത്തിൽ പോരാടി തകർന്നുകൊണ്ടിരിക്കുന്ന ചിലതിനെ വിടുവിച്ചെടുക്കുവാനാണ് സ്വർഗം അവരോടൊപ്പം നിന്നെ നിർത്താൻ പോകുകയാണ്. ആമേ റുഷ ധരാബികാരബികാരബല അടരാ ജിഗരബികാരബികാരബല ആമേ വരും ദിനങ്ങളിൽ അത് നീ കാണാൻ പോകുകയാണ്. ആമേൻ, ആമേൻ. ജഡത്തിൽ പോരാടി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന് ആത്മാവിൽ പോരാടി നിന്ദിക്കപ്പെടാതെ, പരിഹാസിക്കപ്പെടാതെ അവരുടെ തലയെ ഉയർത്തുന്ന നിലവാരത്തിൽ അവരുടെ ജീവിതത്തെ ദൈവമഹത്വത്തെ വെളിപ്പെടുത്തുക സ്വർഗം നിന്നെ ഉപയോഗിക്കാൻ പോകുകയാണ്. അതിനുവേണ്ടിയാണ് അവൻ നിന്നെ അഭിഷേകം ചെയ്തത്.
ഉഡാരബല ഷഥര ബിഗാരബല അണ്ടര ജിതന ബിഗര ഷഗര ബിഗര ലുഖു റുഷ ധന ബിഗാർ ബിഖാരബല അടരബല ബിഗരബല ഢുരമല ഹടരബല ഷഗരബല ബിഗരബിഗ റുഷാധന ബിഗാരബല. ആമേൻ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ ആമേൻ സംശയിച്ച് ആമേൻ ഇനി ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കത്തില്ല, പല വാഗ്ദത്തങ്ങൾ കേട്ടു ഞാൻ മടുത്തു, എന്നാൽ ഒരു പ്രവൃത്തി കാണുന്നില്ല, അതുകൊണ്ട് നിരാശപ്പെട്ട് വാഗ്ദത്തങ്ങൾ മടുത്ത് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ആമേൻ ജഡത്തിൽ ആമേൻ ചിലത് ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്ന ചിലതിനെ അതൊന്ന് പിന്തിരിപ്പിച്ച് വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുവാനായിട്ട് പ്രാപ്തരാക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് ചിലതിന് ഇന്ന് പകൽക്കാലം എഴുന്നേൽപ്പിക്കുകയാണ്. ഉഡാരബല ഷഥന ബിഗാരബിഖാരബല. ആമേ അബ്രഹാമും സാറായും പറയാണ് ആമേ വാഗ്ദത്തമുണ്ട്, എന്നാൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അത് പ്രാപിച്ചെടുക്കുവാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ട് ആമേ ജഡത്തിലൊരു പരിപാടി ചെയ്തേക്കാം. ആമേ പ്രൈസ് ദി ലോർഡ് ദാസിയായ ഹാഗാറിനെ ഞാൻ നിനക്ക് തരാം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ആമേ ഹാഗാറിനെ കൊടുത്ത് ജഡത്തിലൊരു സൊല്യൂഷൻ കണ്ടെത്തി. പ്രൈസ് ദി ലോർഡ്. ആ സൊല്യൂഷനാണ് ഇന്ന് വരെ തീരാത്ത പ്രശ്നമായിട്ട് കിടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം സഭയെ നോക്കിക്കൊണ്ട് വിളിച്ചു പറയാണ്, വാഗ്ദത്തമുള്ള ചിലത് അതിനുവേണ്ടി കാത്തിരുന്ന് മടുത്ത് നിരാശപ്പെട്ട് ജഡത്തിൽ ചിലത് ചെയ്ത് പിന്നത്തേത് തീർക്കാൻ പറ്റാത്ത വിഷയത്തിലായി തീരാതിരിക്കുന്നതിന് മുമ്പ് ആമേൻ പ്രൈസ് ദി ലോർഡ് അവർക്ക് ആത്മീയ കാഴ്ചപ്പാട് കൊടുത്ത് ആമേൻ ദൈവം വിശ്വസ്തനാണെന്നവരെ ആമേൻ ബോധ്യപ്പെടുത്തി ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുവാനായിട്ട് ഒരു കൂട്ടത്തെ ബലപ്പെടുത്തുവാനായിട്ട് ഇന്ന് പകൽക്കാലം ചിലതിനകത്തുനിന്ന് എഴുന്നേറ്റേ മതിയാവോ. ഉഡാരബല ഷധനാവികാരബല അടരബല ജൂതനാവികാരബികാരബല. ആമേൻ 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 പിന്നത്തെ പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നത്തിനകത്തായി തീരുന്നതിന് മുമ്പ് ആമേൻ ചിലതിനോടൊപ്പം നിന്ന് വാഗ്ദത്തം ചെയ്ത് വിശ്വസ്തനാണെന്ന് പറയുക. ഹല്ലേലൂയ. അവന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഏസന്ധിയുള്ളൂ, ആമേനും ഏസന്ധിയുള്ളൂ. അതുകൊണ്ട് അതിനെ നോക്കി നമുക്ക് ആമേൻ പറയാമെന്ന് പറഞ്ഞ ചിലതിനോട് ചേർന്ന് നിന്ന് ആമേൻ പറയുവോ. ആമേൻ പ്രൈസ് ദി ലോർഡ്. ഇതിനകത്ത് മറഞ്ഞു കിടക്കുന്ന ചിലത് ആമേൻ പുറത്തു വന്നേ മതിയാവോ. സാമാന്യങ്ങളുടെ ഒളിച്ചിരിക്കുന്ന ചിലതിന് കർത്താവ് പകൽക്കാലം പുറത്തു കൊണ്ടുവരികയാണ്. വാഗ്ദത്തങ്ങൾക്കകത്ത് ക്ഷീണിച്ച ചിലപ്പ് ഉറപ്പിക്കുവാനായിട്ട്, അവരെ ബലപ്പെടുത്തുവാനായിട്ട്, അവരെ ശക്തീകരിക്കുവാനായിട്ട്, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് അവരോട് പറയുവാനായിട്ട് ഇന്ന് പകൽക്കാലം സ്വർഗം നിന്നെ ഉപയോഗിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഉഡാരബല ഷഥരാബികാരബല അടരബല ജൂതിരിബികാരബിഖാരബല ശക്തരാബികാലഖരാബികാരബിഖാരബല. യേശുവിന്റെ രക്തം ജയമെടുക്കുകയാണ്, യേശുവിന്റെ രക്തം ജയമെടുക്കുകയാണ്. ആമേൻ. മൂന്നാമതായിട്ട് പ്രൈസ് ദി ലോർഡ് അടര മെറ്റീരിയൽ ആത്മികതയെ മെറ്റീരിയൽ നേട്ടങ്ങൾക്ക് വേണ്ടി ആമേൻ പലതും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രൈസ് ദി ലോർഡ് ആത്മീകത നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുവാനുള്ളത് മാത്രമാണെന്നും അതിനുവേണ്ടി ഒരുക്കപ്പെടുമ്പോൾ നിന്റെ ചെറുതും വലുതുമായ വിഷയങ്ങൾ ഓരോന്നും ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവം ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞ് മെറ്റീരിയൽസിലേക്കുള്ള നോട്ടം മാറ്റിയിട്ട് നിത്യതയിലേക്കുള്ള നോട്ടത്തിലേക്ക് ചിലതിനെ ഡൈവേർട്ട് ചെയ്യുവാനായിട്ട് അവരുടെ കാഴ്ചപ്പാടിനെ മാറ്റുവാനായിട്ട് ഇന്ന് പകൽക്കാലം സ്വർഗത്തിന് നിന്നെ ഉപയോഗിക്കുവാൻ പദ്ധതിയുണ്ടെന്ന് പരിശുദ്ധാത്മാവ് പകൽക്കാലം ഇടപെടുകയാണ്. ഉടരബല ഹടര ജിഗരബികാരബികാരമല. ആത്മീകത മെറ്റീരിയൽ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ സഭയ്ക്കകത്ത് വരുന്നവരെ ആത്മീകത നിത്യതയ്ക്ക് വേണ്ടിയുള്ള കാഴ്ചപ്പാട് പകർന്നു കൊടുക്കുക. ഇന്ന് പകൽക്കാലം സാമാനങ്ങളുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്ന ആമേൻ നീ പുറത്തു വരണമെന്ന് പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം ഇടപെടുകയാണ്. ഉടരബല ഹടര ജൂനനാബികാരബല. ആമേൻ നീ ആത്മീയ കാഴ്ചപ്പാടോടെ നിൽക്കുമ്പോൾ നിനക്ക് വേണ്ടതല്ല അവൻ നൽകി തരും. അതുകൊണ്ട് ആമേൻ മെറ്റീരിയൽ വേൾഡ് അല്ല പ്രാധാന്യം, ആത്മീയ വേൾഡാണ് പ്രാധാന്യം, നിത്യതയാണ് പ്രാധാന്യം. അതിനുവേണ്ടി നിൽക്കാൻ തയ്യാറായ ദൈവരാജ്യമാണ് പ്രാധാന്യമുള്ളത്. അതിനുവേണ്ടി നിൽക്കാൻ തയ്യാറായ മറ്റുള്ളത് അവൻ ആഡ് ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ച് വറി ചെയ്യണ്ട എന്ന് പറഞ്ഞ് ആമ ചിലതിനെ ആമെ കാഴ്ചപ്പാട് പകർന്നു കൊടുക്കുവാനായിട്ട് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ആമേൻ ആമേൻ അവര് ചിലതിനെ ദൈവരാജ്യത്തിന് പ്രയോജനമുള്ളവരാക്കുവാനായിട്ട് ആമേൻ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാൻ സ്വർഗം ഇതിനകത്തുനിന്ന് ഒരു കൂട്ടത്തെ എഴുന്നേൽപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ റുഷാധനാഭികാരബല. ആമേൻ കർത്താവിന്റെ ദാസൻ പറയുവാനായിട്ട് ഇടയാക്കുന്നല്ലോ. ആമേൻ ഇനിയും വളരാൻ പോകുമ്പോൾ ആമേൻ പ്രൈസ് ദി ലോർഡ് ഈ കാലഘട്ടത്തിൽ ആത്മീകതയെ മെറ്റീരിയലായിട്ട് കാണുന്ന ഒരു വലിയ സമൂഹമുള്ളപ്പോൾ ആമേൻ അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാട് ഇതിനകത്ത് വരുന്നവർക്കുണ്ടാകാതെ പ്രൈസ് ദി ലോർഡ് ഇതിനകത്ത് വരുന്നവർക്ക് ആത്മീകത എന്നുള്ള കാഴ്ചപ്പാടോ അത് നിമിത്തമുണ്ടാകുന്ന ഉയർച്ചകളും ഉണ്ടാകുവാനായിട്ട് ഞാൻ ആദ്യം പറയുവാനായിട്ട് ഇടയായിട്ടുണ്ടല്ലോ. മെറ്റീരിയലായിട്ടുള്ള കാഴ്ചപ്പാടിൽ ആമേൻ മനുഷ്യൻ ചിന്തിക്കുമ്പോൾ അവരുടെ പരിധിക്കകത്ത് നിന്നുള്ള ഉയർച്ചകളെ ഉണ്ടാകത്തുള്ളൂ. ആമേൻ ദൈവരാജ്യം എന്നുള്ള കാഴ്ചപ്പാട് ഉയർക്കുമ്പോൾ ആമേൻ ദൈവത്തിൻ്റെ പരിധിക്കകത്ത് ഉള്ള ഉയർച്ചകൾ
ഇതിനകത്തുനിന്ന് പിന്നെയും ഉണ്ടാകുമെന്ന് പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം ഇടപെടുന്നു. ഇന്ന് പകൽക്കാലം നീ ആ കാഴ്ചപ്പാട് പകരുവാൻ തയ്യാറായാൽ അടരാ ജിഗര റുഷ ധരാഭികാരവല അൺപ്രഡിക്റ്റബിളായ ഉയർച്ചകൾ, അൺപ്രഡിക്റ്റബിളായ ശ്രേഷ്ഠതകൾ, ആമേ സ്വപ്നം കാണുവാൻ കഴിയാത്ത ആമേ ശ്രേഷ്ഠമേറിയ അനുഭവങ്ങൾ, ആമേ വിടുതലുകൾ സ്വർഗം ഇതിനകത്ത് ഉളവാക്കി എടുക്കുമെന്ന് പരിശുദ്ധാത്മാവ് പകൽക്കാല വചനത്തിലൂടെ ഇടപെടുകയാണ്. മാനുഷിക തലത്തിലുള്ള മാനുഷിക കാഴ്ചപ്പാടിൽ ഉയർച്ചയല്ല, ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ ആമേ ദൈവത്തിന്റെ റിച്ചസിലുള്ള ദൈവത്തിന്റെ ഗ്ലോറിയിലുള്ള മഹത്വം ഇതിനകത്തുള്ള പ്രിയപ്പെട്ടവരുടെ വെളിപ്പെടുത്തുക. ഇന്ന് പകൽക്കാല മറവിടങ്ങളും പറഞ്ഞിരിക്കുന്ന ചിലത് ആമേ പുറത്തു വന്ന് മെറ്റീരിയൽ കാഴ്ചപ്പാട് എന്ന കിങ്ഡം കാഴ്ചപ്പാടിലേക്ക് ആമേ ജനത്തെ പ്രൊമോട്ട് ചെയ്യുക, ജനത്തെ ഒരുക്കിയെടുക്കുക, നിന്നിൽ പകർന്ന അഭിഷേകത്തെ ഉപയോഗിക്കുക. ഈ പകൽക്കാലം സഭയോട് ദൈവാത്മാവ് ഇടപെടുകയാണ്. പരിശുദ്ധാത്മാവ് വിളിച്ചു പറയാണ് ആമേ പ്രൈസലോ ആമേ മറ്റ് ആമേ ആമേ പെന്തക്കോസ്ത് ഇടങ്ങൾക്ക് കാണുവാൻ കഴിയാത്ത ഉന്നതന്മാരെ ദൈവത്തിനകത്ത് ഇതിനകത്തുനിന്ന് ആമേ ഉയർത്തുവാനായിട്ടിടയായി തീരോ. ആമേ റുഷാധരാഭികാരഭികാരമല ആമേ ലിമിറ്റേഷനുകളെ മാറുവാനായിട്ടിടയായി തീരോ. ആമേ പരിധികളും പരിമിതികളെയും പൊട്ടിച്ചുകൊണ്ട് ആമേ ശ്രേഷ്ഠമേറിയ അനുഭവങ്ങൾ, സ്വപ്നം കാണുവാൻ കഴിയാത്ത ഉയർച്ചകൾ, അതിൻ്റെ ശ്രേഷ്ഠമേറിയ അനുഭവങ്ങൾ ആമേ പകരുവാൻ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് പകൽക്കാലം നീ മെറ്റീരിയൽ അന്വേഷിക്കുന്ന നിർത്ത്, നീ ദൈവരാജ്യം അന്വേഷിക്കുവാൻ തുടങ്ങുക. ആമേ ദൈവം തന്നെ റിച്ചസിൽ നിനക്ക് വേണ്ടി ചിന്തിക്കുവാൻ തുടങ്ങുക, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തുടങ്ങുക. ഹല്ലേലൂയ പ്രൈസലോ. ആ ഒരു തലം വെളിപ്പെടുക. ആമേ പ്രൈസലോ. മറഞ്ഞിരിക്കുന്ന ചിലത് പുറത്തു വരുവാനായിട്ടിടയായി തീരണം. പ്രൈസലോ. ഹല്ലേലൂയ. അടുത്ത് നാം പറഞ്ഞത് ആമേൻ പ്രൈസലോ തങ്ങളെ തന്നെ ഡിഫൈൽ ചെയ്യുന്ന നിലവാരത്തിൽ നിന്ന് ഹല്ലേലൂയ വിശുദ്ധി ആമേൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആത്മീയ ഗോളത്തിൽ ഹല്ലേലൂയ വിശുദ്ധനായ ദൈവത്തെ വിശുദ്ധിയോടെ ആരാധിക്കണമെന്ന് പറഞ്ഞ് ഹല്ലേലൂയ പ്രൈസലോ ആമേ അതിനകത്ത് കോംപ്രമൈസ് ചെയ്യാതെ ആമേ വിശുദ്ധിയോടെ ദൈവജനത്തെ നിർത്താനായിട്ട് ഹല്ലേലൂയ പ്രൈസലോ ആമേ നിന്നിൽ പകർന്നിരിക്കുന്ന അഭിഷേകത്താൽ ദൈവം നിങ്ങളെ ഉപയോഗിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഉടനമല ശതനാഭികാരഭികാരമല ആമേ പാപത്തോട് കോംപ്രമൈസ് ചെയ്യാതെ ആമേ പിശാചിനോട് എതിർത്ത് നിൽപ്പാ ആമേ പ്രാപ്തരാകുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഹല്ലേലൂയ പ്രൈസലോ വിശുദ്ധ ജീവിതമാണ്. പ്രൈസലോ ആമേ വിശുദ്ധ ജീവിതത്തിനകത്ത് പാളിച്ച ഉണ്ടായാൽ പിശാചിനോട് നമുക്ക് എതിർക്കുവാനായിട്ട് കഴിയത്തില്ല, പിശാചിനോട് നമുക്ക് പോരാടുവാനായിട്ട് കഴിയത്തില്ല. പിശാചിനോട് പോരാടുവാൻ നമ്മെ പ്രാപ്തമാക്കുന്നത് ആമേ നമ്മുടെ വിശുദ്ധ ജീവിതമാണ്. പ്രൈസലോ അതുകൊണ്ടാണ് പറഞ്ഞത് ആമേ പൗലോസിനെ എനിക്കറിയാം, ആമേ പ്രൈസലോ യേശു ക്രിസ്തുവിനെ അറിയാം, ബട്ട് ഹു യു ആർ പ്രൈസലോ ആമേ എന്നുള്ള ചോദ്യങ്ങൾ ആമേ പ്രൈസലോ ഉണ്ടാകാതിരിക്കുവാനായിട്ട് ഹല്ലേലൂയ പ്രൈസലോ ആമേൻ ആമേൻ പ്രൈസലോ നിങ്ങൾ ആമേൻ ദൈവരാജ്യത്തിൽ അറിയപ്പെടുന്നവരായി തീരുന്നത് ആമേൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോളിനെസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് നിങ്ങളുടെ അധികാരത്തിൻ്റെ അടിസ്ഥാനം. അതാണ് പിശാച് ഭയപ്പെടുന്നത്. ആമേൻ അതാണ് പിശാചിന് നിങ്ങളെ തോൽപ്പിക്കുവാൻ കഴിയാതിരിക്കുന്നത്. പിശാച് നിങ്ങളെ എവിടെയെങ്കിലും തോൽപ്പിക്കുന്നുവെങ്കിൽ, എവിടെയെങ്കിലും പരാജയപ്പെടുത്തുന്നുവെങ്കിൽ അവൻ്റെ ശക്തിയുടെ കൂടുതൽ കൊണ്ടല്ല, അവൻ്റെ കഴിവിൻ്റെ കൂടുതൽ കൊണ്ടല്ല, അവൻ്റെ സ്ട്രാറ്റജിയുടെ മികവ് കൊണ്ടല്ല, മറിച്ച് ആമേൻ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മിസ്റ്റേക്ക് കൊണ്ടാണ്, പാപം കൊണ്ടാണ് അവൻ നമ്മെ തോൽപ്പിക്കുന്നത്. ആമേ അതിനുവേണ്ടി അവൻ ഉപയോഗിക്കുന്നത് ആമേ ഡിസപ്ഷനാണ്. പൈസലോ നമ്മെ വഞ്ചിച്ച് ആമേ പാപത്തിനകത്താക്കി അവന് നമ്മുടെ കർത്തൃത്വം വരുത്തുവാനായിട്ട് അവൻ ആഗ്രഹിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഞാനും നീ വിളിച്ചു പറയണം ആമേ ശത്രുവിൻ്റെ ഡിസപ്ഷനകത്ത് ആമേ വഴുതി വീഴരുത്. നീ വിശുദ്ധിയിൽ നിൽക്ക്, പിശാചിന് നിന്നെ തൊടാൻ കഴിയത്തില്ല. ആമേ നീ പ്രമാണത്തിൽ ജീവിക്കുക. ഒരു വെല്ലുവിളിക്കും നിന്നെ തകർക്കാനായിട്ട് കഴിയത്തില്ല, ഒരു പോർവിളിക്കും നിന്നെ ഉടയ്ക്കുവാനായിട്ട് കഴിയത്തില്ല. വിശുദ്ധിയും നീക്കുന്ന ദൈവത്തിന്റെ പൈതല് നിനക്ക് വെല്ലുവിളിയുണ്ട്, നിനക്ക് പോർവിളിയുണ്ട്, എന്നാൽ അത് നിന്നെ പരാജയപ്പെടുത്തത്തില്ല, അത് നിന്നെ തോൽപ്പിക്കത്തില്ല. ആമേ ലോകം നീ തോക്കുമെന്ന് പരാജയപ്പെടുമെന്നും ചിന്തിക്കുമ്പോൾ നീ അതിന്റെ മധ്യത്തിൽ ജയിച്ചു മുന്നേറുവാനായിട്ടിടയായി തീരോ. നീ അതിന്റെ മധ്യത്തിൽ ജയാളിയായിട്ട് ആമേ മുന്നോട്ട് പോകുവാനായിട്ടിടയായി തീരോ. ആമേൻ അങ്ങനെയാണെങ്കിൽ ആമേൻ പ്രൈസലോ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടാൽ ആമേൻ പ്രൈസലോ ഡിഫൈൽ ആകും. ആമേ അങ്ങനെ ഡിഫൈൽ ആകാതെ ചിലതിനെ വിശുദ്ധിയും നിർത്തുവാനായിട്ട് ദൈവജനത്തിനകത്ത് നിന്ന് ആമേ ചിലത് എഴുന്നേൽക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഹല്ലേലൂയ പ്രൈസലോ. അവസാനമായി പറഞ്ഞത് പ്രൈസലോ ആമേ ദൈവഭയം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ആമേ ദൈവഭയത്തിൽ ദൈവജനത്തെ നിലനിർത്തുവാൻ
ഇതിനകത്ത് അഭിഷേകം പ്രാപിച്ച ചിലതിനെ ദൈവം ഉപയോഗിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇതിനകത്ത് കടന്നു വരുന്നവർ ദൈവ ഭയം, ദൈവം സ്നേഹിതനായിരിക്കുമ്പോൾ, ദൈവം സ്നേഹസമ്പന്നനായിരിക്കുമ്പോൾ, ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്, ദൈവഭയം നഷ്ടപ്പെടാതെ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ അവരെ പ്രബോധിപ്പിക്കുവാനായിട്ട് ഞാനും നീ തയ്യാറാകണോ? ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കാഴ്ചപ്പാട് നഷ്ടപ്പെടാതെ ഒരു കൂട്ടത്തെ പ്രിസർവ് ചെയ്യുവാനായിട്ട് പ്രൈസ് ദി ലോർഡ്, ദൈവം ഇന്നലകളിൽ ഇതിനകത്തിരുന്ന പലതിനെയും ദൈവം അഭിഷേകം ചെയ്ത് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ നിങ്ങളിൽ കൂടെയാണ് അടുത്ത കൂട്ടത്തെ ദൈവം പണിതെടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, നിങ്ങളിൽ കൂടെ അവരെ കാഴ്ചപ്പാടുള്ളവരാക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഇവിടെ നിന്ന് ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർക്ക് പരിധിയുണ്ട്, പരിമിതിയുണ്ട്. എന്നാൽ പ്രൈസ് ദി ലോർഡ്, നിങ്ങൾക്ക് ഓരോരുത്തർക്കോ അവരുടെ അടുക്കിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് അവരിൽ ദൈവഭയത്തെ ഉളവാക്കി പ്രൈസ് ദി ലോർഡ്, ദൈവഭയത്തിൽ ദൈവത്തെ ആരാധിക്കുന്നവരാക്കി തീർക്കുവാനായിട്ടുള്ള അവസരങ്ങളുണ്ട്, ഓപ്പർച്യൂണിറ്റികളുണ്ട്. പ്രൈസ് ദി ലോർഡ്, അതിനുവേണ്ടി ദൈവം നിങ്ങളെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഏൽപ്പിക്കപ്പെടുവാൻ തയ്യാറായാൽ പ്രൈസ് ദി ലോർഡ്, ദൈവത്തെ ഭയത്തോടെ ആത്മാവിൽ ആരാധിക്കുന്ന ഒരു വലിയ കൂട്ടത്തെ ദൈവത്തിന് പണിതെടുക്കുവാനായിട്ടിടയായി തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ പകൽക്കാലം ശുശ്രൂഷ ഒരു വചനമുണ്ട്. ആ വചനത്തിൽ നിന്ന് ഒരു ചിന്തയും കൂടെ നിങ്ങളോട് പറഞ്ഞ് ഞാൻ ഈ ഭാഗത്തേക്ക് മടങ്ങി വരാം. നമുക്കൊന്ന് വായിക്കാം. 1 തിമോഥെയോസിന്റെ ലേഖനം 6:3 വാക്യം. 1 Timothy chapter 6 verse 3. 1 Timothy chapter 6 verse 3. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ അന്യത ഉപദേശിക്കുന്നവൻ ഒന്നും തിരിച്ചറിയാതെ മതി. ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ അന്യത ഉപദേശിക്കുന്നവർ. അല്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഉപദേശത്തിനകത്ത് നിന്ന് പത്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. പ്രൈസ് ദി ലോർഡ്, ഈ കാലഘട്ടത്തിലാണ് പരിശുദ്ധമാർ നിങ്ങളെ ദൈവം അഭിഷേകം ചെയ്തിരിക്കുകയാണ്. സത്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും പകർന്നു കൊടുത്ത് ഒരു കൂട്ടം ഭക്തന്മാരെ ഈ പട്ടണത്തിൽ എഴുന്നേൽപ്പിക്കുവാനായിട്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നാം ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. സത്യവചനം എന്ന് പറയുന്നത് പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ഇഷ്ടപ്രകാരം പ്രൈസ് ദി ലോർഡ് അനുഷ്ഠിക്കാനായിട്ടുള്ളതല്ല. 119 സങ്കീർത്തനത്തിൽ 4 വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുവാൻ സാധിക്കുന്നത്: നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കുവാൻ അവൻ അവയെ കൽപ്പിച്ച് തന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തെ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നത് നമ്മുടെ ഇഷ്ടപ്രകാരം ആചരിക്കുവാൻ വേണ്ടിയല്ല, അതിനെ കൃത്യമായി ആചരിപ്പാൻ കൽപ്പിച്ചു തന്നിരിക്കുകയാണ്. കൽപ്പന എവിടെ ലംഘിക്കപ്പെടുന്നുവോ അവിടെ പ്രൈസ് ദി ലോർഡ് അതിൻ്റെ കോൺസിക്വൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തെ ദൈവം നമുക്ക് നൽകി തന്നത് കൃത്യമായി ആചരിക്കുവാൻ വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ കൃത്യമായി ആചരിക്കുവാനായിട്ട് ദൈവം നൽകി തന്ന സത്യവചനത്തെ ഭക്തിക്കൊത്ത ഉപദേശത്തെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പലരും ലഘൂകരിച്ച് കളയുന്നൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ചിലരെ സംബന്ധിച്ച് കാണുവാൻ സാധിക്കുന്ന ഈ പ്രൈസ് അതിനെ അവർ പദ്യവചനത്തെ അവർ പ്രൈസ് ഡിനേ ചെയ്യുവാനായിട്ടിടയായി തീരും. നമുക്കറിയാം പല മേഖലകളിലും ചിലർ പറയുന്നുണ്ട് പ്രൈസ് ദി ലോർഡ്, പഴയ നിയമത്തിൻ്റെ ആവശ്യമില്ല, പുതിയ നിയമം മതിയെന്ന് പറയുന്നവരുണ്ട്. മറ്റു ചിലർ കുറച്ചുകൂടെ പോയിട്ട് പ്രൈസ് ദി ലോർഡ്, പൗലോസിൻ്റെ ലേഖനങ്ങൾ മാത്രം മതിയെന്ന് പറയുന്നവരുണ്ട്. യാക്കോബിൻ്റെ ലേഖനം എടുത്ത് അത് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് അത് വേണ്ടെന്ന് പറയുന്നവരുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മെ ഭക്തരാക്കുന്നവരും നമ്മെ ദൈവം ആഗ്രഹിക്കുന്ന ആത്മീയ കാഴ്ചപ്പാടുള്ളവരാക്കുവാനായിട്ട് ഒക്കുന്ന വചനങ്ങളെ പലരും ഡിനേ ചെയ്യുകയാണ്. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. ഈ സ്റ്റേജിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ നിങ്ങൾ ഭക്തിയെ ഉളവാക്കുന്ന, ആത്മീയ മൂല്യങ്ങളെ ഉളവാക്കുന്ന അനേക സന്ദേശങ്ങൾ പറയുന്ന പലപ്പോഴും ഞാൻ കേൾക്കുവാനായിട്ടിടയായി തോന്നുന്നു. കാരണം ദൈവവചനം ശുശ്രൂഷയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സത്യവചനം പ്രൈസ് ദി ലോർഡ് നമ്മിൽ ഭക്തിക്ക് ഒത്തതായിട്ട് ഉളവാകുവാനായിട്ടിടയായി തീരണോ. നമ്മിൽ ദൈവത്തോടുള്ള ഭക്തിയെ വളർത്തുവാനായിട്ട് ഇടയായി തീരണോ. ചിലരതിനെ ഡിനേ ചെയ്യുവാനായിട്ടിടയാകുമ്പോൾ ചിലർ തന്നെ അവഗണിക്കുവാനായിട്ടിടയായി തീരും. ചിലർ പ്രൈസ് ദി ലോർഡ് അതൊന്നും ആർക്ക് അനുസരിക്കുവാനായിട്ട് കഴിയും, ആർക്കങ്ങനെ ചെയ്യുവാനായിട്ട് കഴിയുമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. നാം മനസ്സിലാക്കണം, നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. വചനം പറയുന്നു, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ ഇഷ്ടം ചെയ്യത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജഡത്തിന് ഇഷ്ടം ചെയ്യാതിരിക്കാൻ നമുക്ക് പ്രാപ്തിയില്ല. അത് പ്രാപ്തമാക്കും നമ്മൾ പകർന്നിരിക്കുന്ന ആത്മാവിനാലാണ്. ഇച്ഛിക്കാത്ത തിന്മയാ ഞാൻ ചെയ്യുന്നു. കാരണം ഒരു തിന്മ
തിന്മയുടെ പ്രമാണം എൻ്റെ ജഡത്തിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പലരും അതിനെക്കുറിച്ച് പറഞ്ഞു. പൗലോസ് പോലും ആഗ്രഹിച്ചിട്ട് നടക്കുന്നില്ല, പിന്നെ നമുക്ക് എങ്ങനെയാണ് സാധിക്കുന്നതെന്ന്. പൗലോസ് പറഞ്ഞ ന്യായപ്രമാണത്തിൻ്റെ കീഴിലെ കാര്യമാണ്. റോമാലേഖനം 8:1-2 വാക്യത്തിൽ നിന്ന് പറഞ്ഞത്, ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവം തൻ്റെ സ്വന്തം പുത്രനിലൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ സ്വാതന്ത്ര്യം വരുത്തിയെങ്കിൽ ന്യായപ്രമാണത്തിന് ഒന്നേ പറ്റത്തുള്ളൂ. പൈസലോ ഞാനും നീ പാപം ചെയ്യുമ്പോൾ ന്യായപ്രമാണം ചെയ്യുമോ, നീ ചെയ്തത് പാപം, പറഞ്ഞത് പാപം, നോക്കിയത് പാപം, പോയത് പാപം. പ്രൈസലോ അതുകൊണ്ട് നീ ആ യാഗം കഴിക്കുക, ഈ യാഗം കഴിക്കുന്ന ന്യായപ്രമാണം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. പൈസലോ നീ പാപം ചെയ്യുമ്പോൾ പുതിയ നിയമം പറയുകയാണ്, ആ പാപത്തിന് ഞാൻ പ്രായശ്ചിത്തമായി തീർന്നു. അത് മാത്രമല്ല, നീ പാപം ചെയ്യാതിരിക്കുവാൻ നിന്റെ പേരിൽ ഞാൻ എൻ്റെ ആത്മാവിനെ തരുന്നു. പൈസലോ നീ ആത്മാവിനെ അങ്ങ് അനുസരിച്ചാൽ മതി. പൈസ ഒരു പാപവും നിന്റെ ജീവിതത്തിൽ പ്രിവെയിൽ ചെയ്യത്തില്ല എന്ന് പുതിയ നിയമത്തെ കാണുമ്പോൾ, പുതിയ നിയമത്തെ പാപത്തിൻ്റെ പ്രമാണമല്ല, പാപത്തെ ജയിക്കുവാനല്ല, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെയോ ദൈവം നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം അതിൻ്റെ മേലുള്ള ജയം കൂടെയാണ് കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ പൈതൽ ഓരോരുത്തരും രക്ഷിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനം കൂടെയാണ്. ആത്മാവിൻ്റെ നിറവിലേക്ക് എത്തിയില്ലെങ്കിലും. ആമേൻ. അങ്ങനെയാണെങ്കിൽ രക്ഷിക്കപ്പെടുന്ന സന്ദർഭം മുതൽ നമ്മുടെ ജീവിതത്തിൽ പാപത്തിൻ്റെ വാഴ്ച അവസാനിക്കുക. രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പാപത്തിൻ്റെ വാഴ്ചയുണ്ട് എന്ന് വെച്ചാൽ, പാപത്തിനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ജീവിതത്തിൽ ചെയ്തെടുക്കുവാനുള്ള കപ്പാസിറ്റി, കഴിവ് പാപത്തിനുണ്ട്. രക്ഷിക്കപ്പെടുന്നതോടുകൂടി ആ പാപത്തിൻ്റെ വാഴ്ചയില്ലാതാവുകയാണ്. പിന്നെ പാപം നമ്മുടെ ശരീരത്തിൽ കർത്തൃത്വം നടക്കണമെങ്കിൽ നാം നമ്മുടെ അവയവങ്ങളെ പാപത്തിന് റീഡെഡിക്കേറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ട ആദ്യ സന്ദർഭങ്ങളിലാണ് ഇത് ശരിക്കും നമുക്ക് മനസ്സിലാക്കുന്നത്. പിന്നെ മനസ്സ് തഴമ്പിച്ച് പോയി കഴിഞ്ഞാൽ പാടാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു പാപം ചെയ്യുന്ന സാഹചര്യം വരുമ്പോൾ അത് ചെയ്യാതിരിക്കുവാനുള്ള ടഗ് ഓഫ് വാർ ഭയങ്കരമായിട്ട് നമ്മുടെ ഉള്ളിലുണ്ടാകും. അങ്ങനെ ഒരു ഭയങ്കര വാറിൻ്റെ അവസാനത്തിൽ നമ്മൾ ആത്മാവിനെ അനുസരിക്കുമ്പോൾ നാം പാപം ചെയ്യത്തില്ല. നാം ജഡത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പാപം വേഗത്തിൽ ആ അവയവത്തെ എടുത്ത് ഉപയോഗിക്കുവാനായിട്ടിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ആ യുദ്ധത്തിൻ്റെ അനന്തര ഫലം നമ്മൾ ആരെയാണ് അനുസരിക്കുവാനായിട്ട് തയ്യാറാകുന്നത്? ആത്മാവിനെ അനുസരിക്കുവാൻ തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പാപം നമ്മുടെ ജീവിതത്തിൽ നടക്കത്തില്ല. എന്നാൽ നാം പ്രൈസലോ നമുക്കൊരു സെൽഫ് പിറ്റിയൊക്കെ തോന്നി, എന്നെ കൊണ്ട് ഒക്കത്തില്ല എന്ന് തോന്നി നാം നമ്മുടെ അവയവത്തെ വിട്ടുകൊടുക്കുമ്പോൾ, പ്രൈസലോ നാം നമ്മുടെ കണ്ണിനെ വിട്ടുകൊടുക്കുമ്പോൾ ആകാത്തത് നോക്കും, നാം നമ്മുടെ നാവിനെ വിട്ടുകൊടുക്കുമ്പോൾ ആകാത്തത് സംസാരിക്കും. നാം നമ്മുടെ ഏതെങ്കിലുമൊക്കെ ഓർഗൻസിനെ പാപം ചെയ്യുവാനായിട്ട് പ്രേരിപ്പിക്കുമ്പോൾ വിട്ടുകൊടുക്കുമ്പോൾ മാത്രമേ ഉപയോഗിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാനും നാം മനസ്സിലാക്കുവാനായിട്ടിടയായി തീരണോ, ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ ഇഗ്നോർ ചെയ്യരുത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതിനെ അനുസരിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമുക്ക് കൃത്യമായി അനുസരിക്കുവാൻ വേണ്ടി നൽകി തന്നിരിക്കുകയാണ്. അതുകൊണ്ട് നാം അതിനെ ഇഗ്നോർ ചെയ്യരുത്. മറ്റു ചിലർ അതിനെ ചെയ്യുന്നത് പ്രൈസ് ദി ലോർഡ്, ഇവരതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് അതിൻ്റെ എല്ലാ അന്തസ്സത്തയും ഇല്ലാതാക്കുവാനായിട്ടിടയായിത്തീരും. മറ്റു ചിലർ ചെയ്യുവാനായിട്ടിടയായിത്തീരുന്ന പ്രൈസ് ദി ലോർഡ്, വചനത്തെ അവർ കോട്ടിക്കളയുവാനായിട്ടിടയായിത്തീരും. ഹല്ലേലൂയ. വചനം പ്രൈസ് ദി ലോർഡ് എന്താണോ ഉദ്ദേശിച്ചെന്ന് കൃത്യമായിട്ട് നമുക്ക് അത് ശാന്തമായി ദൈവാത്മാവിൽ പ്രൈസ് ദി ലോർഡ് വായിക്കുമ്പോൾ മനസ്സിലാകുവാനായിട്ടിടയായിത്തീരും. എന്നാൽ അതിനെ അവർ കോട്ടിക്കളയുന്ന മറ്റൊരു കൂട്ടരെ കാണുവാനായിട്ടിടയായിത്തീരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുക്രിസ്തുവിൻ്റെ ഭക്തിവചനവും ഭക്തിക്കത്ത ഉപദേശവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ടിടയായി തീരണോ. ആ ഭക്തിക്കത്ത ഉപദേശവും ഭക്തിവചനവുമാണ് നമ്മെ പ്രൈസ് ദി ലോർഡ് ആത്മീയ കാഴ്ചപ്പാടുള്ളവരാക്കി തീർക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആത്മീയ കാഴ്ചപ്പാടാണ് ശത്രുവിനോട് എതിർത്ത് നിന്ന് അതിനെ പരാജയപ്പെടുത്തുവാനായിട്ട്, അതിനെ തോൽപ്പിക്കുവാനായിട്ട്, നമ്മെ പ്രാപ്തരാക്കുവാനായിട്ട് ഇടയായി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാനും നീ ഒരു യാഥാർത്ഥ്യം മനസ്സിലാകണോ, ഈ ഒരു ഉപദേശം ജനത്തിന് കൊടുക്കുവാൻ വേണ്ടി, അവരെ ഭക്തരാക്കുവാനായിട്ട്, ഭക്തിക്കൊത്ത ഉപദേശം കൊടുക്കുവാനായിട്ട്, സത്യവചനം പകർന്നു കൊടുക്കുവാനായിട്ട് ഒരു കൂട്ടത്തെ ദൈവം അഭിഷേകം ചെയ്ത് എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. റമല ഷദുർബി ഖാനമല അഡരബല ജിഗരബി അറബി ഖാനമല റുഷ ദരാബി അറബി ഖാനമല. ഹല്ലേലൂയ. 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 അടുത്തത് പ്രൈസ് ദി ലോർഡ്,
1 ശമൂവേലിന്റെ പുസ്തകം 11:3 യാബേസിൽ മൂപ്പന്മാർ അവനോട്, ഞങ്ങൾ ഇസ്രായേൽ ദേശത്തെല്ലായിടവും ദൂതന്മാരെ അയപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് 7 ദിവസത്തെ ഇട തരേണം. ഞങ്ങളെ രക്ഷിപ്പാൻ ആരുമില്ലെങ്കിൽ ഞങ്ങൾ നിന്റെ അടുക്കൽ ഇറങ്ങി വരാം എന്ന് പറഞ്ഞു. മതി. അഭിഷേകത്തിൻ്റെ അടുത്ത ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവജനത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുകയാണ്. അവരുടെ പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ, അവരെ സഹായിക്കുവാൻ ആരുമില്ല എന്നുള്ള ചിന്താഗതിയിലേക്ക് എത്തി ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന നിലവാരത്തിൽ ആക്കി തീർക്കുവാനായി ശ്രമിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവം നിന്നെ അഭിഷേകം ചെയ്ത് ചിലതിനെ വിടുവിക്കുവാനായിട്ടാണെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുവാനായിട്ടിടയായി തീരണം. ഹാലലിയ പ്രൈസലോ. ചിലർ അവരുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ അവർ തന്നെ പ്രാർത്ഥിച്ചിട്ട് അവർക്ക് വിടുതൽ പ്രാപിക്കുവാനായിട്ട് കഴിയുന്നില്ല. അവർ തന്നെ ഉപവസിച്ചിട്ട് അവർക്കൊരു വിടുതൽ പ്രാപിക്കുവാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ പ്രൈസലോ ആരുമില്ല എന്ന് തോന്നുന്ന മേഖലകളിൽ ചിലതിൻ്റെ അടുക്കിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രൈസലോ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് അവരെ ഒന്ന് ബോധ്യപ്പെടുത്തുവാനായിട്ട്, അത് പറഞ്ഞ് അവരെ ഒന്ന് ബലപ്പെടുത്തുവാനായിട്ട്, അത് പറഞ്ഞ് അവരുടെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാനായിട്ട് സ്വർഗ്ഗത്തിലെ ദൈവം ഇതിനകത്തിരിക്കുന്ന ജനത്തെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ ഇടപെടുകയാണ്. ഉദാരമന ശതനാഭികാരഭികാരമല അടര ജിഗരഭികാരഭികാരമല. ഇതിനകത്ത് വരുന്ന ആരോ ഒരിക്കലും പറയരുത് എൻ്റെ വിഷയം പരിഹരിക്കുക, എന്നോട് സംസാരിക്കുക, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ആരുമില്ല എന്ന് പറയുവാൻ ഇടവരുത്താത്ത നിലവാരത്തിൽ ഓരോരുത്തരുടെയും പ്രശ്നങ്ങളെ പരിഹരിക്കുക, ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുക, ഓരോരുത്തർക്കും വേണ്ടി നിൽക്കുക, ഓരോരുത്തർക്കും വേണ്ടി ദൈവിക വിടുതലുകളെ നേടിയെടുക്കുവാനുള്ള അഭിഷേക ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭത്തിനോ ഇതിനകത്തിരിക്കുന്ന ചിലതിൻ്റെ മേൽ സ്വർഗം പകരുകയാണ്. എനിക്കാരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട്, എന്നെ സഹായിപ്പാൻ ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ നിരാശരായിരിക്കുന്ന ചിലതിനെ വിടുവിക്കുക, ആശയറ്റ ചിലതിനെ വിടുവിക്കുവാനായിട്ട് സ്വർഗ്ഗത്തിലെ ദൈവത്തിന് ചിലതിൻ്റെ അടുക്കിലേക്ക് നിന്നെ അയക്കാൻ പദ്ധതിയുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം ഇടപെടുകയാണ്. ഉടരബല ക്ഷതരാഭികാരഭികാരമല ബെഥെസ്ദ കുളക്കരയിലേക്ക് യേശു കർത്താവ് ചെന്നപ്പോൾ 38 വർഷമായി കിടക്കുന്ന ഒരുവനോട് ചോദിക്കുകയാണ്, സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ? അവൻ പറയാണ്, എന്നെ സഹായിപ്പാൻ ആരുമില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ സൗഖ്യമാകുവാൻ ആഗ്രഹം ഉണ്ടായിട്ട് സഹായിപ്പാൻ ആരുമില്ലാത്തത് കൊണ്ട്, ഗൈഡ് ചെയ്യുവാൻ ആരുമില്ലാത്തത് കൊണ്ട്, വിടുവിക്കുവാൻ ആരുമില്ലാത്തത് കൊണ്ട്, പ്രാർത്ഥിക്കുവാൻ ആരുമില്ലാത്തത് കൊണ്ട്, ആലയത്തിലേക്ക് കൊണ്ടുവരുവാൻ ആരുമില്ലാത്തത് കൊണ്ട്, കെട്ടപ്പെട്ട് കിടക്കുന്ന ചിലതിനെ വിടുവിച്ചു കൊണ്ടുവരുവോ. നിന്റെ വേറൊരു അഭിഷേകം ദൈവം പകർന്നിട്ടുണ്ട്. ആ പദ്ധതിക്കകത്തേക്ക് ഇന്ന് കാലം എഴുന്നേൽക്കുവോ പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചുണർത്തുകയാണ്. നാളുകളായി വർഷങ്ങളായി ചില പ്രശ്നങ്ങൾക്കകത്ത് കടന്ന് രക്ഷപ്പെടുവാൻ കഴിയാതെ വണ്ണം വിടുതൽ പ്രാപിക്കുവാൻ കഴിയാതെ വണ്ണം കിടക്കുന്ന ചിലത് ആശയറ്റവരാ നിരാശരായി മരിച്ചാൽ കൊള്ളാമെന്ന് പോലും ചിന്തിക്കുന്ന നിലവാരത്തിൽ കിടക്കുന്ന ചിലതിൻ്റെ അടുക്കലേക്ക് നിയോഗത്തോടെ സ്വർഗത്തിലെ ദൈവത്തിന് നിന്നെ അയക്കാൻ പദ്ധതിയുണ്ട്. ഈ പകൽക്കാലം ഈ ദൂതേറ്റെടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്ത 38 വർഷം പഴക്കമുള്ള ചിലതിന്റെ അടുക്കലേക്ക് ദൈവത്തിന് തന്നെ അയക്കാനുണ്ട്. തകർന്നു കിടക്കുന്ന ചിലതിന്, ആശയറ്റ് കിടക്കുന്ന ചിലതിന്, നിരാശപ്പെട്ട് കിടക്കുന്ന ചിലതിന്, പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ ചിലതിന് യേശുവിന്റെ രക്തം ജയമെടുക്കുന്നു, യേശുവിന്റെ രക്തം ജയമെടുക്കുന്നു. നീ ആർക്കൊക്കെയോ ആരൊക്കെയോ ആകാനാക്കി ദൈവം നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നുവെന്ന് ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ആരുമില്ല എന്ന് പറയുന്ന ചിലതിന് നിന്നെ കൊണ്ട് നീ അവർക്ക് ആരൊക്കെയോ ആകത്തക്കവണ്ണം ദൈവത്തിന് നിന്നെ ഉപയോഗിക്കുക പദ്ധതിയുണ്ട്. ഇന്ന് കാലം ഏൽപ്പിക്കപ്പെടുവാൻ എത്ര പേർ തയ്യാറാകോ? യേശുവിന്റെ രക്തം ജയമെടുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ പറയാണ്, എനിക്കാരുമില്ല എന്ന്. അടുത്ത അവൻ പറഞ്ഞ വാക്കുണ്ട്, ഞാൻ തന്നെ ചെല്ലുമ്പോൾ എനിക്ക് മുമ്പ് മറ്റാരോ ഇറങ്ങുവാനായിട്ടിടയായിത്തീരുന്നു.
ആമേൻ, സ്വന്തം കഴിവ് കൊണ്ട്, ആമേൻ, സ്വന്തം പ്രാപ്തി കൊണ്ട്, സ്വന്തം വിദ്യാഭ്യാസം കൊണ്ട്, സ്വന്തം പണം കൊണ്ട് ശ്രമിച്ചിട്ട് ആമേൻ പ്രൈസലോ ജീവിതത്തിൽ കരകയറുവാൻ കഴിയാതെ വണ്ണം കുളക്കരയിൽ കിടക്കുന്ന ചിലതിൻ്റെ അടുക്കിലേക്ക് സ്വർഗത്തിൽ ദൈവത്തിന് നിന്നെ അയക്കാൻ പദ്ധതിയുണ്ടെന്ന് പരിശുദ്ധാത്മാവിടം കൊണ്ട് ഇടപെടുകയാണ്. പണം കൊണ്ട് നേടുവാൻ കഴിയാത്തത്, ഹല്ലേലൂയ പ്രൈസലോ, വിദ്യാഭ്യാസം കൊണ്ട് നേടുവാൻ കഴിയാത്തത്, പൊസിഷനുകൾ കൊണ്ട് നേടുവാൻ കഴിയാത്തത്, ആമേൻ, രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് നേടുവാൻ കഴിയാത്തത്, ഉടരമല ശതന അഭികാരവികാരമല അടര ജിഗന റബികാരമല നേടുവാൻ കഴിയാതെ പ്രശ്നത്തിനകത്ത് കുളക്കരയിൽ കിടക്കുന്ന ചിലതിൻ്റെ അടുക്കലേക്ക് ആമേൻ നിന്നമേ പകർന്ന് അഭിഷേകവുമായിട്ട് ആമേൻ ദൈവത്തിന് അയക്കാൻ പദ്ധതിയുണ്ട്. ആമേൻ, നീ പുറത്തു വരുവാൻ തയ്യാറാണോ? ഉടര ജിഗന റബികാരമല ആമേൻ, രാഷ്ട്രീയം കൊണ്ട് നേടുവാൻ കഴിയാത്തത്, പണം കൊണ്ട് നേടുവാൻ കഴിയാത്തത്, ആമേൻ, സ്ഥാനമാനങ്ങൾ കൊണ്ട് നേടുവാൻ കഴിയാത്തത്, ആമേൻ, കഴിവ് കൊണ്ട് നേടുവാൻ കഴിയാതെ പരാജയപ്പെട്ട് ആമേൻ കിടക്കുന്ന ചിലതിൻ്റെ അടുക്കലേക്ക് ആമേൻ കഴിവില്ലാഞ്ഞിട്ടല്ല, സ്വാധീനമില്ലാഞ്ഞിട്ടല്ല, പ്രാപ്തിയില്ലാഞ്ഞിട്ടല്ല, അവർക്കും നേടുവാൻ കഴിയാത്തത് നിന്നിലൂടെ നേടിയെടുക്കുക ദൈവം നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ, നീ അവിടെ ചെന്നെങ്കിൽ അവർക്ക് പുറത്തു വരുവാൻ കഴിയത്തുള്ളൂ. അവർക്ക് കുളക്കര വിടണമെങ്കിൽ ആമേൻ നീ സാമാനങ്ങളുടെ നിന്ന് പുറത്തു വരണം. നിന്നെ പകർന്ന അഭിഷേകത്തിന്റെ പർപ്പസിലേക്ക് നീ മടങ്ങി വരുവാൻ തയ്യാറാകണം. ഉടരബല ശതന വികാര വികാരബല അടരബല ജൂതന വികാര ശതന വികാരബല അടര ജിഗര വികാര വികാരബല റുഷാദര വികാര വികാരബല. ആമേൻ, ആമേൻ. വ്യക്തിപരമായ കഴിവിനകത്ത് പരാജയപ്പെട്ട ചിലതിനെ വിടുവിക്കുക. ആമേൻ, റുഷാദര വികാരബല ആരുമില്ല എന്ന് പറയുന്ന ചിലതിനെ വിടുവിക്കുവാനായിട്ട് ഉടനമല ഹടര ജൂതന വികാര വികാരബല. ആമേൻ, ആമേൻ പ്രൈസലോ. മൂന്നാമത് അവിടെ കാണുവാൻ സാധിക്കുന്ന പ്രൈസലോ, ആമേൻ, സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറയാണ്, എനിക്കാരുമില്ല പ്രൈസലോ, അതുകൊണ്ട് എനിക്ക് സൗഖ്യമാകുവാൻ കഴിയത്തില്ല. ആമേൻ, അവൻ്റെ സകല പ്രതീക്ഷയും നഷ്ടപ്പെട്ടവനായിരുന്നു. ഹല്ലേലൂയ പ്രൈസലോ. എല്ലാ സാധ്യതയും ആമേൻ നഷ്ടപ്പെട്ട് സകല പ്രതീക്ഷയും നഷ്ടപ്പെട്ട് കിടക്കുന്ന ആമേൻ ചിലതിനെ വിടുവിച്ചെടുക്കുവാനായിട്ട്. ഹല്ലേലൂയ പ്രൈസലോ. അവർ ചിന്തിച്ച സകല സാധ്യതകളും അസ്തമിച്ചു പോയി. ഹല്ലേലൂയ പ്രൈസലോ. അവരുടേതായ നിലവാരത്തിൽ ആമേൻ ജീവിതത്തിൽ ജയിക്കാമെന്ന് വിചാരിച്ചു, അത് പരാജയപ്പെട്ടു. ഹല്ലേലൂയ പ്രൈസലോ. മറ്റുള്ളവരാരെങ്കിലും സഹായിക്കുമെന്ന് വിചാരിച്ചു, അതൊന്നും ഉണ്ടായില്ല. ആമേൻ, പ്രതീക്ഷ നഷ്ടപ്പെട്ടു പ്രൈസലോ. ആമേൻ, ഇനി സൗഖ്യമാകുവാനോ മനസ്സുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവന് പറയാനുള്ളത് പ്രൈസലോ, അതിനുള്ള എല്ലാ സാധ്യതകളും അടഞ്ഞുപോയി. ആമേ, അങ്ങനെയാണെങ്കിൽ എല്ലാ സാധ്യതയും അടഞ്ഞു കിടക്കുന്ന ആമ ഇനി ഒരു രക്ഷയ്ക്കൊരു മാർഗവുമില്ല എന്ന് പറഞ്ഞ് ആമ ജീവിതത്തിൽ നിരാശയുടെ പടുകുഴിയിൽ കിടക്കുന്ന ചിലതിനെ വിടുവിച്ചെടുക്കുവാൻ നിന്നിൽ പകർന്ന അഭിഷേകത്തോടെ ആമ ദൈവത്തിന് അയക്കാൻ പദ്ധതിയുണ്ട്. ഈ പകൽക്കാലം എഴുന്നേൽക്കുവാൻ എത്ര പേർ തയ്യാറാകോ? ഉടാരമല ശതനാഭികാരമല അടരബല ജുഗനമല റുഷാധനാഭികാരമല അടരബല ജുഗരവികാരവികാരമല ജൂതനാഭികാരമല. യേശുവിൻ്റെ രക്തം ജയമെടുക്കുന്നു. ആമേ, ആരുമില്ല എന്ന് പറഞ്ഞു കിടക്കുന്നതിന്, ആമേ, കഴിവില്ല എന്ന് പറഞ്ഞു കിടക്കുന്നതിന്, പ്രതീക്ഷ നഷ്ടപ്പെട്ട് കിടക്കുന്ന ചിലതിൻ്റെ അടുക്കൽ ആമേ പ്രതീക്ഷയ്ക്ക് വകയുമായി സ്വർഗം നിന്നെ അയക്കാൻ തയ്യാറാകുന്നു. ആരുമില്ല എന്ന് പറഞ്ഞെടുത്ത് അവർക്ക് ആരൊക്കെയോ ആക്കി നിന്നെ സ്വർഗം അയക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഉടരബല ഹടരബല ജൂതനാഭികാരബല ശാപരാഭികാര വികാരബല. ആമേ, ജീവിതത്തിൽ പരാജയപ്പെട്ട് ആമേ കേട്ട് കിടക്കുന്നവർക്ക് ആമേ അതിനകത്ത് നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് അവരെ ബോധ്യമാക്കുക. ആമേ, ദൈവം നിന്നെ പറഞ്ഞയക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽക്കാലം സമാന ങ്ങളുടെ പുറത്തു വരുവാൻ തയ്യാറാകുക. ആമേ, ഇന്നലകൾ നിന്നെ ജയിപ്പിച്ച അഭിഷേക, ഇന്നലകൾ നിന്നെ വിടുവിച്ച അഭിഷേക, ഇന്നലകൾ നിന്നെ ഉദ്ധരിച്ച അഭിഷേക നിന്നിലൂടെ ചിലതിനെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നു, നിന്നിലൂടെ ചിലതിനെ ഉദ്ധരിക്കുവാൻ ആഗ്രഹിക്കുന്നു, നിന്നിലൂടെ ചിലതിന് പ്രത്യാശ നൽകുവാൻ ആഗ്രഹിക്കുന്നു. ആമേ, നിന്നിലൂടെ ആമേ ചിലതിനെ സ്നേഹിക്കുന്ന ദൈവമുണ്ടെന്ന് ആമേ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഈ പകൽക്കാലം എത്ര പേർ തയ്യാറാകുക? ഉടരബല ശതരാഭികാരവികാരമല അടരബല ജൂതരാഭികാരവികാരമല. യേശുവിന്റെ രക്തത്താൽ ആമേ വചനത്താലും ജയമെടുക്കുന്നു. നീ പകൽക്കാലം ഒരു വലിയ സാന്നിധ്യം ഇതിനകത്ത് ഇറങ്ങുകയാണ്. ആമേൻ, 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 ആമേൻ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പലതിനെയും എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ആമേൻ, ആമേൻ. റുഷാധരാഭികാരവികാരമല. ഇന്നലകളുടെ അനുഭവത്തിന്റെ ബലത്തിൽ, ഇന്നലകളുടെ ആമേൻ ദൈവശക്തിയുടെ ആമേൻ പ്രൈസിലോ അധികാരത്തിൽ ആമേൻ ദൈവം നിന്നെ എഴുന്നേൽപ്പിച്ച് ആമേൻ നിയോഗം നിന്ന് അഭിഷേകത്തിന്റെ പിന്നിലെ പർപ്പസിലേക്ക് ആമേൻ ദൈവം നിന്നെ നയിക്കാൻ പോകുകയാണ്. ഉടരമല ഹടര ജൂതനാഭികാരവികാരമല അടരബല വികരബല ജൂതനാഭികാരവികാരമല. യേശുവിന്റെ രക്തം ജയമെടുക്കുന്നു, യേശുവിന്റെ രക്തം ജയമെടുക്കുന്നു. ഗ്ലോറി ടു ഗോഡ്, പ്രൈസ് ടു ജീസസ് ലോർഡ്. ഉടരബല ശതരാഭികാരമല അടരബല ജൂതിരിവികാരവികാരമല. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് പകൽക്കാലം ആമേൻ സ്വർഗ്ഗത്തിൽ നിങ്ങൾ എഴുന്നേൽക്കപ്പെടുവാൻ പോകുകയാണ്.
ഇനി അതിൻ്റെ തെളിവ് ആമേൻ നമുക്ക് വായിക്കാം. 1 ശമൂവേൽ 11:6-11 വാക്യം. 1 Samuel chapter 11 verse 6 and 11. സൗൽ വർത്തമാനം കേട്ടപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ ശക്തിയോടെ വന്നു. അവന്റെ കോപം ഏറ്റവും ജ്വലിച്ചു. 11 വാക്യം. പിറ്റന്നാൾ സൗൽ ജനത്തെ 3 കൂട്ടമായി വിഭാഗിച്ചു. അവർ പ്രഭാതയാമത്തിൽ പാളയത്തിന്റെ നടുവിലേക്ക് ചെന്ന് വെയിൽ മൂക്കും വരെ അമ്മോന്യരെ സംഹരിച്ചു. ശേഷിച്ചവരോ 2 പേർ ഒന്നിച്ചിരിക്കാതെ വണ്ണം ചിതറിപ്പോയി. മതി. ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ആമേൻ ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് കേട്ടോ. പ്രൈസലോ. ആമേൻ ചില വർത്തമാനം കേൾക്കുമ്പോൾ ഹല്ലേലൂയ പ്രൈസലോ ആമേൻ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ വരുവാനായിട്ടിടയായി തീരും. ആമേൻ ചില തിന്മകളെക്കുറിച്ച് കേൾക്കുമ്പോൾ, ചില ഒറ്റപ്പെടലുകളെക്കുറിച്ച് കേൾക്കുമ്പോൾ, എനിക്കാരുമില്ല എന്ന് പറയുന്ന ചിലരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ, ഹല്ലേലൂയ പ്രൈസലോ ഞാൻ തന്നെ പ്രയത്നിച്ച് ആമേൻ പരാജയപ്പെട്ടെന്ന് പറയുന്ന ചിലരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ, അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആമേൻ നിൻ്റെ മേലൊരു ദൈവശക്തി വ്യാപരിക്കുവാനായിട്ടിടയായി തീരോ. നിൻ്റെ മേലൊരു അസാധാരണമായ സാന്നിധ്യം ഇറങ്ങുവാനായിട്ടിടയായി തീരോ. ആമേൻ ഇന്ന് പകൽക്കാലം അതാണ് അതിൻ്റെ തെളിവ്. ആമേൻ ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ആമേൻ തെളിവ് ചില വാർത്തകൾ കേൾക്കുമ്പോൾ, ആമേൻ ചിലതിനെ കാണുമ്പോൾ, ആമേൻ നിന്റെ മേലൊരു അസാധാരണമായ സാന്നിധ്യം ഇറങ്ങുവാനായിട്ടിടയായി തീരോ. നിന്റെ മേലൊരു ദൈവകൃപയുടെ ആമേൻ പുതുക്കം വ്യാപരിക്കുവാനായിട്ടിടയായി തീരോ. അതുവരെ നിന്നിലില്ലാത്ത ഒരു ധൈര്യം നിനക്ക് ആമേൻ ഉണ്ടാകുവാനായിട്ടിടയായി തീരോ. ആമേൻ ഇതുവരെ ആമേൻ ഒരു വ്യക്തിയോട് ആമേൻ സുവിശേഷം പറയുവാൻ ഭയമാണെങ്കിൽ, ആമേൻ പ്രാർത്ഥിക്കുവാൻ ഭയമാണെങ്കിൽ, ആമേൻ ഇന്ന് പകൽക്കാലം ചിലത് കേൾക്കുമ്പോൾ ഭയം മാറോ. നിന്നിലൊരു ധൈര്യം വ്യാപരിക്കോ. ആമേൻ നീ ചിലത് ചെയ്യാനായിട്ട് തുടങ്ങോ. നീ ചില സ്റ്റെപ്പുകൾ വെക്കുവാനായിട്ട്